ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും. ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ നമ്മോട് സംസാരിച്ച് കടന്നുപോയ പണ്ഡിതന്മാർ, എനിക്ക് മുമ്പ് അല്പസമയം കൊണ്ട് വിഷയത്തിൻ്റെ ചിന്തയുടെ ആലോചനയുടെ ചില ഓർമ്മകളും അല്ലെങ്കിൽ ആലോചിക്കുവാനുള്ള ചിന്തിക്കുവാനുള്ള ചില ശ്രദ്ധകളും ജാഗ്രതകളും നൽകി സംസാരിച്ച ഷാഫി അൽ ഹിക്കമി, സ്റ്റേജിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പിതൃതുല്യരായ മാതൃതുല്യരായ കാരണവന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അതിലുപരി ഈ സമ്മേളനം നടക്കുന്ന പരിസരത്തുള്ള നല്ലവരായ നാട്ടുകാരെ, ഇവിടെ നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന ചില സംസാരങ്ങളാണ് കടന്ന് പോയിട്ടുള്ളത്. ഇനി അതിൻ്റെ ആത്മീയ വശവും നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്യന്തികമായ മാർഗമെന്ത് എന്ന് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ വിലപ്പെട്ട സമയം നിങ്ങൾ കാത്തിരിക്കുന്നത്, നമ്മൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ വിഷയത്തെ പരമാവധി സംസാരിക്കണം, എത്തിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംഘാടകർക്കറിയുന്നത് പോലെ തൊണ്ടവേദനയും ശബ്ദമടഞ്ഞുമൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും എൻ്റെ വാക്കുകളെ സാഗൂതം കേൾക്കാനും സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുന്നത്. അള്ളാഹു ഇത് പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യവും സൗഭാഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ ഷാഫി അൽ ഹിക്കമി പറഞ്ഞു, 5000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള ഒട്ടനവധി സ്വഹാബികൾ എത്രത്തോളം ജാഗ്രതയോടുകൂടിയാണ് അവർ ദീനിനെ മനസ്സിലാക്കുവാനുള്ള ശ്രദ്ധയും സമയവും ചെലവഴിച്ചത്. അവരൊക്കെ ഇസ്ലാമികമായ ലോകത്തേക്ക് കടന്നു വരുന്ന അള്ളാഹുവിന്റെ രാജപാതയിലേക്ക് പ്രവേശിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് പഠിച്ചാൽ തന്നെ നമ്മളൊക്കെ എന്ത് ത്യാഗം സഹിച്ചു എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ ഉയർന്നു വരും. മുൻഗാമികളായ ആളുകൾ ഈ ആദർശത്തിനു വേണ്ടി ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കഥകൾ, ചരിത്രങ്ങളുടെ പേജുകൾ പിറകോട്ടു മറിച്ച് അതൊന്ന് വായിക്കാനും അതൊന്ന് കേൾക്കാനും അതിനെ ഒന്ന് തന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരാനും തയ്യാറായാൽ, കേട്ട് നമ്മൾ അതല്ലെങ്കിൽ ആവർത്തന ഒരു വിരസത തോന്നിയതുപോലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകളുടെ ചരിത്രം, അവരെന്ത് തെറ്റാണ് അവർ ജീവിച്ച കാലഘട്ടത്തിലെ മനുഷ്യരോട് ചെയ്തത്? ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ടു എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. ചുട്ടുപടുത്ത കമ്പി കൊണ്ടുവന്ന് ഒരു സഹോദരിയുടെ മർമ്മപ്രധാനമായ നാഭിയുടെ ഭാഗത്ത് വെച്ച് ചുട്ടുപടുത്ത കമ്പി തട്ടി അല്പം മാംസത്തിന്റെ ഭാഗം ഉരുകിയൊലിച്ച്
ഇത് നിന്റെ ശരീരത്തിലൂടെ കുത്തിക്കയറ്റി മറുഭാഗത്ത് കൊണ്ടുവരുമെന്ന് അവർ ആക്രോശിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, യാസർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു അവരിങ്ങനെ തലകൊണ്ട് അവർ വാശിയോടുകൂടി ആക്രോശിച്ച് മാറ്റിപ്പറയണമെന്ന് പറയുന്നത് പറയരുത് എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ മഹദി ഒരുപക്ഷെ സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ അതിക്രൂരമായ പീഡനമേറ്റ് ലോകത്തുനിന്ന് ഷഹീദയായി പോകുന്ന ആദ്യത്തെ വനിതയായിരിക്കും. ആ കമ്പി ശരീരത്തിലൂടെ അവർ കുത്തിക്കയറ്റുകയാണ്. മാംസം ഉരുകി ഒലിക്കുകയാണ്. എല്ലുകളെ തള്ളിമാറ്റി കുടൽമാലകൾ വെന്തുരുകി മുൻഭാഗത്തിലൂടെ തള്ളിക്കയറ്റിയ കമ്പി പിറകുവശത്ത് തുളച്ചു പുറത്തു വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ, കെട്ടിയിട്ട വള്ളികൾക്കിടയിലൂടെ വിരലുയർത്തിപ്പിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുടക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പല ആവർത്തി ഉറക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന മഹദിയെക്കുറിച്ച് നമ്മൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഈ നാട്ടിലെ മനുഷ്യരോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്, സഞ്ചരിക്കാൻ പറ്റിയ വാഹനങ്ങളുണ്ട്. ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന് ലഭിക്കുന്ന 3 സൗഭാഗ്യങ്ങളെ എണ്ണിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയ ഒന്ന് അവന് താമസയോഗ്യമായ ഒരു നല്ല വീട് കിട്ടുക എന്നതാണ്. താമസയോഗ്യമായ നല്ലൊരു വീട് കിട്ടുക, ഏറ്റവും നല്ല രൂപത്തിൽ നല്ല പണം കൊണ്ടുണ്ടാക്കിയ, ഹറാം കലരാത്ത പണം കൊണ്ടുണ്ടാക്കിയ ഒരു വീട് അവന് കിട്ടുക എന്നത് ഒരു സആദത്താണ്. അതുപോലെ അവന് സഞ്ചാരയോഗ്യമായ ഒരു വാഹനം ലഭ്യമാവുക, മർകബുൻ സ്വാലിഹ്, നല്ല പണം കൊണ്ട് വാങ്ങിയ ഒരു വാഹനം അവനുണ്ടാവുക, ഇത് രണ്ടാമത്തെ സആദത്താണ്. ആ 3 എണ്ണിയപ്പോൾ ഒന്ന് പറഞ്ഞത്, ഇവിടെ ഫാമിലി സമ്മേളനമാണ് നടക്കുന്നത്. മർഅത്തുൻ സ്വാലിഹ, നല്ല സ്വഭാവ മര്യാദയുള്ള, ദീനീബോധമുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, ആരും നിർബന്ധിക്കാതെ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന, തന്റെ ഭർത്താവിന്റെ മുമ്പിൽ അനുസരണയോടുകൂടി ജീവിക്കുന്ന, കാര്യങ്ങളെ ചർച്ച ചെയ്ത് തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീക്ക് സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. ആ ഹദീസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു സഹോദരിക്ക് സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ്. 5 നേരത്തെ ഫർളായ നമസ്കാരം നിർവഹിക്കുക, അതും മാസത്തിൽ അവർക്ക് നമസ്കരിക്കാൻ പറ്റാത്ത വക്തുകളും ദിവസങ്ങളും കടന്നുവരും. ഫർളായ നോമ്പ് അനുഷ്ഠിക്കുക, അതും അവരുടെ റമളാനിൽ ഒരു പക്ഷേ എല്ലാ നോമ്പും അവർക്ക് എടുക്കാൻ പറ്റിയില്ലെന്ന് വരാം, നഷ്ടപ്പെട്ടു പോയത് നോറ്റുവീട്ടുക, ഭർത്താവിനനുസരിക്കുക. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും അവർക്ക് മുമ്പിൽ തുറക്കുമെന്ന് കളവ് പറയാത്ത തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ, ഈ കാര്യത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ എത്രത്തോളമുണ്ട് എന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഓരോ സഹോദരിമാരും ആലോചിക്കേണ്ടതുണ്ട്. സ്ക്രീനിപ്പുറമിരിക്കുന്ന തന്റെ ഭർത്താവിന്റെ മുമ്പിൽ അനുസരണയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു നല്ല സ്ത്രീയായി, ഒരു മാതൃകായോഗ്യമായ ഒരു ഭാര്യയായി ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. നാട്ടുകാരുടെ മുന്നിൽ, എല്ലാവരുടെ മുന്നിലും ഞാൻ ഖദറിന്റെ കുപ്പായമിട്ടോടുന്ന രാഷ്ട്രീയക്കാരനാണ്. ക്ലബിന്റെയും അതുപോലെ തന്നെ സാംസ്കാരികമായ ക്ലബുകളുടെയും ഒക്കെ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അതിന്റെ കൺവീനർമാരും സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ചെയർമാൻമാരും ഒക്കെയാണ്.
പക്ഷെ തന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ നല്ലൊരു ഭർത്താവായി നിൽക്കാൻ, തന്റെ മക്കൾക്ക് മുമ്പിൽ നല്ലൊരു പിതാവായി നിൽക്കാൻ, തന്റെ അനുജന്മാർക്ക് മുമ്പിൽ നല്ലൊരു ജ്യേഷ്ഠനായി നിൽക്കാൻ, തന്റെ അയൽവാസികൾക്ക് മുന്നിൽ നല്ലൊരു മുസ്ലിമായ അയൽവാസിയായി നിൽക്കാൻ, തന്റെ മഹല്ലിൽ മാതൃകായോഗ്യനായ ഒരു മെമ്പറായി നിൽക്കാൻ, എന്റെ കമ്മിറ്റിയിൽ ഏറ്റവും നല്ല യോഗ്യതയുള്ള മാതൃകായോഗ്യനായ ഒരു കമ്മിറ്റി അംഗമായി നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഈ സമ്മേളനത്തിന്റെ വിജയങ്ങളൊക്കെ കടന്നു വരുന്നത്. എത്രയോ പണം ചെലവഴിച്ച് നാം നടത്തുന്ന സമ്മേളനങ്ങൾ കഴിഞ്ഞ് സമ്മേളനത്തിന്റെ ആൾക്കൂട്ടങ്ങളെ വിലയിരുത്തി ഇത് വലിയ വിജയമായിരുന്നു എന്ന് തന്റെ മനസ്സുകൊണ്ട് തൃപ്തിയടഞ്ഞ് സമ്മേളനത്തിന് മാർക്കിട്ട് മടങ്ങിപ്പോകുവാനുള്ള ഒരു വേദിയല്ല നമ്മുടെ സമ്മേളനങ്ങൾ. ഇത് ആത്മവിചിന്തനത്തിനുള്ള, ആത്മപരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു വേദി കൂടിയാണ് എന്ന നിലക്കാണ് ഞാൻ ഇങ്ങനെ ഒരു ആമുഖം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്ന ലോകത്ത് നമ്മെ ഒരാളും രക്ഷിക്കാനുണ്ടാവില്ല എന്ന ബോധമാണ്. ഈ നാട്ടിലെ ഒരുപാട് വീടുകളിൽ നിന്ന് ആളുകൾ ഈ സമ്മേളനത്തിന് വന്നിട്ടില്ലെങ്കിലും ആരെയും കാത്തു നിൽക്കാതെ നമ്മൾ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയത് ഞാൻ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന ചിന്തയിലല്ല. അല്ല, എന്റെ പരലോകത്തിലേക്കുള്ള ഒരു പാതേയമൊരുക്കാൻ, ഒരു കോപ്പൊരുക്കാൻ എനിക്കെന്ത് സമ്പാദിക്കാൻ പറ്റുമെന്ന ഇൽമിന്റെ, അറിവിന്റെ, പ്രിയപ്പെട്ടവരെ, വൈജ്ഞാനികമായ മേഖലകളുടെ മുത്തുമണികളെ ഇവിടെ നിന്ന് കേട്ട സംസാരങ്ങളിൽ നിന്ന് ഒപ്പിയെടുക്കുവാൻ, ആർജിച്ചെടുക്കുവാൻ, സ്വാംശീകരിക്കുവാനാണ്, സ്വായത്തമാക്കുവാനാണ് നമ്മൾ ഈ വേദിയിലെത്തിയത്. കേട്ടതിന്റെ ജീവിതത്തിന്റെ പ്രായോഗികമായ തലങ്ങളിലേക്ക്, പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല മുസ്ലിമായി, മുഅ്മിനായി ജീവിച്ച് കേവലം 60-70 കൊല്ലം മാത്രമാണ് നമുക്ക് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തന്നിരിക്കുന്ന ജീവിതകാലമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത്ര ചെറിയ കാലത്തിനുള്ളിൽ ജീവിച്ച് തീർന്നു പോകാനുള്ള ഈ നൈമിഷികമായ, നശ്വരമായ, തുച്ഛമായ ഈ ലോകത്ത് വരാനിരിക്കുന്ന അനന്തമായ, അനശ്വരമായ, തീർന്നു പോകാത്ത, അറ്റുപോകാത്ത, അവസാനിക്കാത്ത പാരത്രികമായ ലോകത്തിലേക്കുള്ള പാതേയമൊരുക്കുന്നതിൽ ഞാൻ എവിടെ നിൽക്കുന്നു? അവിടെയാണ് ഇതിന്റെ സംഘാടകർ ആലോചിക്കേണ്ടത്. ഈ സമ്മേളനത്തിൽ വന്ന ഓരോ പ്രതിനിധികളും ആലോചിക്കേണ്ടത്. ഇവിടെ വന്ന ഓരോ ഉപ്പയും ഉമ്മയും മക്കളും സഹോദരങ്ങളും ആലോചിക്കേണ്ടത്. ആ നിലയ്ക്ക് എന്റെ സംസാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പരിസരത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ, അതിന്റെ പോഷക ഘടകങ്ങളുടെ ആളുകളല്ലാത്ത മുസ്ലിങ്ങളോട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമസ്കരിക്കുന്നു, നമ്മൾ നോമ്പെടുക്കുന്നു, നമ്മൾ സകാത്ത് കൊടുക്കുന്നു, സ്വതക്ക കൊടുക്കുന്നു, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ധാരാളം ചെയ്തിട്ടുണ്ട്, നാട്ടിലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ മുന്നിൽ നിന്നിട്ടുണ്ട്. നിൽക്കേണ്ടത് തന്നെയാണ്. ഈ നാട്ടിലെ വേദനിക്കുന്ന മനുഷ്യരുടെ കണ്ണുനീരുകൾ തുടച്ചു കൊടുക്കാൻ, അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, അവരുടെ വേദനകൾ അകറ്റിക്കൊടുക്കാൻ, ഈ നാട്ടിൽ രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്ന്, പുരുഷനാണ് പോയതെങ്കിൽ, രോഗിയും പുരുഷനാണെങ്കിൽ അവന്റെ കട്ടിലിൽ ഒന്നിരുന്ന് ഇതൊന്നൊരു പ്രശ്നമല്ല എന്ന് തോന്നിപ്പിച്ച് നെറ്റിത്തടത്തിൽ കൈവച്ചുകൊണ്ട് ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങളെ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്കുള്ള പ്രാർത്ഥനയായി നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? ഇന്ന് ഇത്രയും സമയമായിട്ടൊരു മയ്യത്ത്, ഈ നാട്ടിൽ ഒരു മരണമുണ്ടായപ്പോ അതിനെ ഒന്ന് അനുഗമിക്കാൻ, ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എത്രയോ മനുഷ്യർ കൈനീട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരു 10 രൂപയെങ്കിലും സമാധാനത്തോടുകൂടി, പ്രതിഫലം ആഗ്രഹിച്ച്, പ്രതിഫലേച്ഛയോടുകൂടി, ആരും കാണാനല്ല, ആരും കേൾക്കാനല്ല, ആരും പൂമാലകളുടെ പൂച്ചെണ്ടു തരാനല്ല, പത്രകോളങ്ങളിൽ അച്ചടിച്ചു വരാനല്ല, എന്റെ ഫോട്ടോ ചാരിറ്റിയുടെ പേരിൽ നാട്ടിൽ ഫ്ലക്സ് അടിക്കാനില്ല, എത്ര വലിയ തുകയാകട്ടെ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടോ? ചെറുതാകട്ടെ വലുതാകട്ടെ, ആ നിലക്ക് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഓർക്കണമെന്ന് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറയുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി
ഫൽയഅമൽ അമലൻ സ്വാലിഹ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവോ, ആരാണോ അത് കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. പക്ഷെ ഒരു കണ്ടീഷൻ നിങ്ങൾ ഗൗരവമായി ഓർക്കണം, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അവനിൽ അല്ലാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന കണ്ടീഷൻ അത് കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്ത് മർമ്മമായി അത് ഇസ്ലാമിന്റെ അടിത്തറയായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നൂറ്റാണ്ട്, അടുത്ത നൂറ്റാണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും ഖർനി, എന്റെ നൂറ്റാണ്ടാണ് നിങ്ങളിലേക്ക് കിട്ടിയ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് തൊട്ടടുത്ത നൂറ്റാണ്ട്, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്. ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ച സച്ചരിതരായ മുൻഗാമികളായ ആളുകൾ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതത്തെ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന റബ്ബിന്റെ മതത്തെ അവർ ജീവിച്ചു മാതൃക കാണിച്ചു കൊടുത്തു. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർ കേട്ട് അറിഞ്ഞ് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൈമാറി കൊടുത്തു. തർക്കമില്ലല്ലോ. ആ കൈമാറിക്കൊടുത്തതിൽ ഇനി ഞാൻ എന്റെ സംസാരങ്ങളിൽ കടന്നു വരുന്ന ചില വാചകങ്ങളൊക്കെ പറയുമ്പോ അവർക്കതറിയുമായിരുന്നോ, അവരത് ചെയ്തിട്ടുണ്ടായിരുന്നോ, അവർക്കിത് പരിചയമുണ്ടായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അവരാണ് ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിലെ ആളുകൾ ആണല്ലോ. ക്രൈസ്തവരെന്ന് പറയുന്ന വിഭാഗം 71, ജൂതലോപികൾ എന്ന് പറയുന്ന യഹൂദികൾ 72, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും യഹൂദികളും ഒക്കെ 71ഉം 72ഉം വിഭാഗമായി പിരിയും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനാവ് കൊണ്ട് ലോകത്തെ അറിയിച്ചു. ഞാനെന്തിനത് പറഞ്ഞത്? എന്നിട്ട് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമ, വസതഫ്തരികു ഉമ്മതി, എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകും. ആര്? മുത്തുനബിയാണ് പറയുന്നത്, തങ്ങളാണ് പറയുന്നത്. അള്ളാഹുവിന്റെ വഹയി കിട്ടാതെ ദീനിന്റെ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയില്ല. ആ നബിയുടെ തിരുനാവ് കൊണ്ട് പറയുകയാണ്, വസതഫ്തരികു ഉമ്മതി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്, അങ്ങനെ പിരിഞ്ഞു പോകുന്ന എല്ലാ വിഭാഗങ്ങളും കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച പ്രസ്ഥാനം നിങ്ങളോട് പറയുന്നത്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രമാണ് ലോകത്ത് സ്വർഗത്തിലേക്ക് പണിയെടുക്കുന്നത് എന്ന അവകാശവാദത്തിന് വേണ്ടിയല്ല. പലരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലെത്താനാണ്. എല്ലാ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. അള്ളാഹു നമുക്കുന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലമല്ല സ്വർഗം, പടച്ചവൻ തരുന്ന ഔദാര്യമാണ് സ്വർഗം. ഞാനും നിങ്ങളും ചെയ്ത നിസ്കാരത്തിന് പകരമായി സ്വർഗം എന്ന് പറയുന്നത് പകരം തരാനാകുമോ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും ചെയ്ത ചാരിറ്റിക്ക് പകരമായി സ്വർഗം തരാനാകുമോ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടല്ല, പിന്നെ ഒരു സമ്മാനമായി, ഔദാര്യമായി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് തരുന്നതാണ് സ്വർഗം. എങ്കിൽ കേട്ടോളൂ, ഈ വിഭാഗങ്ങൾ എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇവരൊക്കെ നരകത്തിലേക്കുള്ളവരാണ്. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ മില്ലത്തൊഴികെ. അതാരാ? ഉടനെ സഹാബത്ത് ചോദിച്ചു, നബിയേ വമൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന? എല്ലാവരും നരകത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ടീം ആരാണ് നബിയേ എന്നവർ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരാണോ പറഞ്ഞത്? അല്ല. പിന്നെ ഒരു നിലപാട് അറിയിക്കുകയാണ് ചെയ്തത്. എന്താണ് ആ നിലപാട്? ആരാണ് നബിയെ സ്വർഗത്തിലേക്ക് പോകുന്ന ടീം എന്ന് ചോദിച്ചപ്പോ ഒരു നിലപാട് അറിയിക്കുകയാണ് ചെയ്തത്. ആ നിലപാട് എന്താ? മാന അലൈഹി അൽ യൗം വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇതാ
ഇന്നേ ദിവസം വരെ എന്തൊരു നിലപാട് നിങ്ങൾക്ക് കാണിച്ചു തന്നോ, ഏതൊരു മാർഗത്തിൽ ജീവിച്ചു കാണിച്ചു തന്നോ, അവിടെ നിൽക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. ആ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുരിതങ്ങളേറെ അനുഭവിച്ചു. കാലിനേറുകൊണ്ട് ചോര കാലിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയ സന്ദർഭമുണ്ടായി. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഏറുകൊണ്ട്, വടികൊണ്ട്, കയറുകൊണ്ട്, കല്ലുകൊണ്ട് ഏറ് കെട്ടി മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് ചോര ഉറ്റു വീണു. ഉണ്ടായിട്ടില്ലേ? ചതിക്കാൻ ശ്രമിച്ചിട്ടില്ലേ ആളുകൾ? പ്രിയപ്പെട്ടവരെ, ഉണ്ട്. പ്രവാചകനെ വടിക്ക് വെച്ച് തടഞ്ഞു വെച്ചിട്ടില്ലേ? എല്ലാം സംഭവിച്ചു. എന്നിട്ട് കഴിഞ്ഞുപോയ മുത്തുനബി വരുന്നതിന്റെ 600 കൊല്ലം മുമ്പ് ലോകത്തിലേക്ക് വന്ന് ദഅവത്ത് നിർവഹിച്ച യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തി എന്ന് ഖുർആൻ പറയുമ്പോ ആ പ്രവാചകനോട് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു നിലക്കുള്ള സഹായതേട്ടം നടത്തിയോ? പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് കഴിഞ്ഞുപോയ ഒട്ടനവധി പ്രവാചകന്മാർ, ഖുർആൻ പേരെടുത്തു പറഞ്ഞ 25ഓളം പ്രവാചകന്മാർ, ആരോടെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ ബുദ്ധിമുട്ടിയ സമയത്ത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സഹായതേട്ടം നടത്തിയോ? ഇല്ല. നമ്മളൊക്കെ നിസ്കാരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളും കൈകെട്ടി നിന്ന് പറയുന്ന വാചകം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവൻ ആരാ? അർ-റഹ്മാനാണ്. അവൻ ആരാ? അർ-റഹീമാണ്. കരുണാനിധിയാണ്, കാരുണ്യവാനാണ്. അവൻ മാലിക്കാണ്, പ്രതിഫല നാളിന്റെ. എല്ലാം പറഞ്ഞിട്ട് കൈകെട്ടി നിന്ന് നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു അല്ലാഹ്. എന്താണ് ആ പ്രതിജ്ഞ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നെ കേൾക്കുന്ന ഈ ചുറ്റുഭാഗത്തുള്ള വീട്ടിലാളുകൾ, എന്നെ കേൾക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതല്ലാത്ത പണ്ഡിതന്മാർ, അതേ അതുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും കൈകെട്ടി നിന്ന് പറഞ്ഞ വാചകം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. ഇത് പറയുന്ന മുസ്ലിമേ, ഇത് പറയുന്ന ഉമ്മ, ഇത് പറയുന്ന ഉപ്പ, ഇത് പറയുന്ന കാരണവന്മാരെ, ഇത് പറയുന്ന ജേഷ്ഠാനിയന്മാരെ, ആ മുസല്ലയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ കാലൊന്ന് വഴുതി വീണാൽ ആരെയാണ് നമ്മൾ വിളിച്ചു പോകുന്നത്? ആരെയാണ് വിളിച്ചു പോകുന്നത്? ചിന്തിക്കണേ നിങ്ങള്. ഉടനെ വിളിച്ചത് എന്റെ റബ്ബേ എന്നല്ല, അല്ലാഹുവേ എന്നെ കാക്കണേ എന്നല്ല, മറിച്ച് വീട്ടിലിരുന്ന് 60കാരിയായ 70കാരിയായ നമ്മുടെ ഉമ്മ നിസ്കാരം കഴിഞ്ഞ് മുസല്ലമടക്കി അലമാരയുടെ മുകളിലേക്ക് വെച്ച് ഒന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോ കാലൊന്ന് മടങ്ങി വീണാൽ ഉടനെ വിളിച്ചു, ബദരീങ്ങളെ എന്റെ കാല് എന്നാ ഉമ്മ പറഞ്ഞത്, മമ്പറന്തങ്ങളെ എന്റെ കാല് എന്നാണ് ഉമ്മ പറഞ്ഞത്, അല്ലേ? ഏർവാടിയിലെ, നാഗൂരിലെ, അജ്മീരിലെ, മുത്തപ്പേട്ടയിലെ ശൈഖുമാരെ, ബീബിമാരെ എന്റെ കാല് എന്നാണ് പല വീട്ടിൽ നിന്നും കേൾക്കുന്നത്. ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ പ്രതിജ്ഞയ്ക്ക് പിന്നെ എന്തർത്ഥമാണുള്ളത്? 5 നേരം 17 തവണ ഒരു മുസ്ലിമിനെ കൊണ്ട് അല്ലാഹു തആല ഈ നിസ്കാരത്തിൽ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ട്, സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെ, നിസ്കാരത്തിലല്ലാത്ത സമയത്ത് മുസ്ലിം ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഫാത്തിഹ സൂറത്ത് എത്ര തവണയാണ് മുസ്ലിങ്ങളെ നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഈ പ്രതിജ്ഞയുടെ അർത്ഥം എന്താണ്? എന്താണ് അർത്ഥം? ഇതിനൊരർത്ഥം വേണ്ടേ? ജീവിതത്തിൽ ഇത് പ്രായോഗികമാകുന്നില്ല. കുട്ടിയെ തൊട്ടിലിട്ട് ആട്ടുകയാണ്. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഉമ്മമാര്, പെങ്ങന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മധുരമായി ആ കുട്ടിക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. എന്നിട്ട് കുട്ടിയുടെ തലയൊന്ന് തൊട്ടിലിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പടച്ചോനെ എന്റെ കുട്ടി എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളായ ശൈഖുമാരുടെ പേര് പറഞ്ഞ് മമ്പറത്ത് തങ്ങളെ എന്റെ കുട്ടി എന്ന് പറഞ്ഞു പോകുന്ന ഉമ്മമാര് നമ്മുടെ നാട്ടിലില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ഈ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥം എന്താണ്? ചിന്തിക്കണം, ആലോചിക്കണം. ഞാന് എന്റെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന നിലയ്ക്ക് ഒരു സാധാരണ നാടൻ സംസാരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. ചില തെളിവുകൾ, ചില പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ, ചില ഹദീസുകൾ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതൊരു പ്രോജ്വലമായ ദഅവത്തിന്റെ മുഖമാക്കി
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനിടക്ക് ഈ പ്രോഗ്രാം ഇപ്പൊ എല്ലാ സ്ഥലത്തും പ്രോഗ്രാമാണ്. ഒരാഴ്ചയായിട്ട് ഒരു ദിവസം പോലും ഇങ്ങനെ പിന്നെ എന്താ പറയുക, വിശ്രമമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സൗണ്ടൊക്കെ പോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോ എവിടുന്ന ഇതിന് പണം? ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്, ചെയറിന്, ഈ സ്റ്റേജിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം. എവിടുന്നാണ് നമുക്കിതിന് പണം? എവിടെയാണോ പ്രോഗ്രാം നടക്കുന്നത് അവിടുത്തെ ആളുകൾ അതുമായി സഹകരിക്കുക. വേറെ ഈ പ്രോഗ്രാമിന് വേണ്ടി അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, അവിടെയും വേറെ പ്രോഗ്രാം നടക്കുകയാണ്. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ ധാരാളം സ്ഥലത്ത് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് സംഘാടകർ തിരിച്ചു പോകുമ്പോൾ ഒരു രൂപ പോലും ഇതിന്റെ പേരിൽ കടമായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ മുന്നിലെത്തുന്ന ബോക്സിൽ വേറൊന്നും നമുക്ക് വേണ്ട. ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടക്കണം, അതിന്റെ വാടകകൾ കൊടുക്കാൻ കഴിയണം. അതിന് പറ്റാവുന്ന ഒരു നല്ല തുക ആ ബോക്സിൽ നിക്ഷേപിക്കണമെന്ന് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ, ഈ സംസാരത്തിനിടയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറയുക, അത്തിഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണേ. എന്നെ കേൾക്കുന്ന റോഡിന്റെ ഏതെങ്കിലും ഓരങ്ങളിൽ നിന്ന് ഈ സംസാരത്തെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സദസ്സിൽ വന്നിരിക്കാം. ഒന്ന് സുതാര്യമായി നിങ്ങളൊന്ന് കേൾക്കുക, സാഗൂത നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു ഖുർആനിൽ പറയാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക. വഅതിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക. വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. ഇനി ശ്രദ്ധിക്കണേ, ഇനി നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ, ഈ പ്രദേശത്ത് തർക്കമില്ലേ, മുജാഹിദുകൾ പറയുന്നത് ശരിയല്ലെന്ന് പറയുന്നവർ, സമസ്തയിൽപ്പെട്ടവർ പറയുന്നത് ശരിയല്ലെന്ന് സലഫികൾ പറയുന്നു. തർക്കമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ കൊണ്ടു നടക്കാനല്ല. നമുക്കാരോടും ഒരു ദേഷ്യവുമില്ല. മറിച്ച് ഇത് പറയുന്നത് എന്തിനാ? തർക്കമുണ്ട് എന്നത് നഗ്നമായ സത്യമാണ്. ഇപ്പോൾ രാത്രിയാണ് എന്നതുപോലെ, അല്ലെ, നേരത്തെ പകലായിരുന്നു എന്നതുപോലെ നഗ്നമായ യാഥാർത്ഥ്യമാണ് നമുക്കിടയിൽ തർക്കമുണ്ട് എന്നത്. എങ്കിൽ അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞത് എന്താ? നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണേ, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കണേ, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണേ. തർക്കമുണ്ടായാലോ ഫറുദ്ദൂ, ആ തർക്കമുള്ള വിഷയത്തെ നിങ്ങൾ മടക്കണം. അപ്പൊ മൂന്ന് കൂട്ടരെ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞു അള്ളാഹ് അനുസരിക്കണേ, നബി അനുസരിക്കണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കൾ അനുസരിക്കണേ. തർക്കമുണ്ടായാലോ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്ക് മടക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് മടക്കണം. എങ്ങനെ അല്ലാഹുവിലേക്ക് മടക്കുക? അല്ലാഹുവിനോട് നമ്മൾ എങ്ങനെ ഈ തർക്കത്തെ കുറിച്ച് ചോദിക്കുക? അതിനാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് 6236 വചനാമൃതങ്ങളുമായി ജിബ്രീൽ എന്ന മലക്ക് വ്യത്യസ്തമായ സന്ദർഭത്തിൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത അല്ലാഹുവിന്റെ സംസാരമാകുന്ന കലാമാകുന്ന ഖുർആൻ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു ഇലാ യൗമിൽ ഖിയാമ. ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തുള്ള മുഴുവൻ ഖുർആനും ഇന്ന് രാത്രി കത്തിച്ചു കളഞ്ഞാലും നാളെ പുതിയ ഖുർആൻ പ്രിന്റ് ചെയ്യാൻ സംവിധാനമുണ്ടെങ്കിൽ മനുഷ്യരുടെ കൽബുകളിൽ അത് ജീവിക്കുന്ന പതിപ്പായി നിലനിൽക്കുന്നു. നമ്മള് ഈ പാലക്കാട് ജില്ലയിൽ ഖുർആൻ മനപ്പാടമുള്ള 100 കണക്കിന് മനുഷ്യന്മാരുണ്ടാവും. ഒരു ജില്ലയിൽ മാത്രം. കേരളത്തിൽ എത്രയോ മനുഷ്യരുണ്ടാവും. ഇന്ത്യയിൽ എത്രയോ സുഹൃത്തുക്കളുണ്ട്. ലോകാടിസ്ഥാനത്തിൽ എത്രയോ മനുഷ്യരാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരാളുടെ മുമ്പിൽ ഇരുന്ന് തെറ്റുകൂടാതെ ഓതിക്കൊടുക്കാൻ പറ്റുന്നവരുള്ളത്. നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ ഖുർആനിലേക്ക് മടക്കണം, അള്ളാഹുവിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കണം, പഠിക്കണം. അത് പഠിക്കാനുള്ളതാണ്. അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്.
അത് നമ്മൾ പട്ടിൽ പൊതിഞ്ഞ് തട്ടിൽ വെക്കാനുള്ളതല്ല. അല്ല പ്രിയപ്പെട്ടവരെ, മറിച്ചത് ഓരോ ആയത്തും എടുത്ത് ഓതി അതിന്റെ അർത്ഥങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആലോചനയിലേക്ക് കൊണ്ടുപോയി ഈ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ എന്നെ പറ്റിയാണല്ലോ ഈ സംസാരിക്കുന്നത്, എന്റെ ജീവിത ചര്യകളെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നതിലേക്ക് ആലോചിക്കാനുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിച്ചവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവരെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ആ ഹദീസിനെ ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ ഖുർആനിലേക്ക് മടക്കുക. 2, അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞ എന്താ? റസൂലുള്ള ഇന്ന് നമ്മുടെ കൂടെ അന്ന് ജീവിച്ചിരുന്നത് പോലെ, അടിവരേടനെ അന്ന് ജീവിച്ചിരുന്നത് പോലെ മുത്തുനബി നമ്മുടെ കൂടെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. അന്ന് ജീവിച്ചിരുന്ന പോലെ സഹാബത്തിന് കൈകൊടുക്കാൻ, സഹാബത്തിന് സംസാരിക്കാൻ, വഹി ഇറങ്ങി അവരോട് സംസാരിക്കാൻ, അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നും അതുപോലെ ഉണ്ടെങ്കിൽ വീട് വിറ്റ് പറമ്പ് വിറ്റ് നമ്മൾ മുത്തുനബിയുടെ ചാരത്തൊന്ന് പോയിരിക്കാൻ പോകുമായിരുന്നു. അന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ നേതാവായ തങ്ങളായ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ജേട്ടനേക്കാൾ, അലിയനേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, സർവ്വതിനേക്കാൾ നമുക്കിഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെയില്ല. ഇല്ല, അന്ന് ജീവിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കൂടെയില്ല. അവിടെ വഫാത്തായിട്ട് അടുത്ത ഖലീഫയെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോ ഏതെങ്കിലും ഒരു സഹാബി പോയിട്ട് ഖബറിലേക്ക് വെച്ചിട്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ഉള്ളിൽ ഖബറടക്കാൻ തീരുമാനിക്കുമ്പോ ആ ഖബറിലേക്ക് വെച്ചിട്ടില്ല. മുത്തുനബിയുടെ ആ മൃതദേഹം, ആ ശരീരം വെച്ചിട്ടില്ലല്ലോ. എന്നാൽ ആരെങ്കിലും ചോദിച്ചോ മുഅ്മിനീങ്ങളെ? നമുക്ക് നബിയോടൊന്ന് ചോദിക്കാലോ. ഇവിടെ കുറെ നേരമായി ചർച്ച, മുഹാജിറുകൾക്കിടയിൽ ചർച്ച അല്ലേ? എന്നാ ഒന്ന് ചോദിക്കാൻ നബിയോട് എന്ന് ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞതായി ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഇസ്ലാമികമായ ആധികാരികമായ ഗ്രന്ഥങ്ങളിലോ എവിടെയെങ്കിലും ഒരു വാചകം മുഴുവൻ വേണ്ട, ഒരു വാക്കുകൊണ്ടെങ്കിലും എവിടെയെങ്കിലും കാണാനാകുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ നബിയിലേക്ക് മടക്കുക? എങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് മടക്കുക? ആ ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുന്നത് പോലെ ഹദീസുകളെയും അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്നതിന്റെ വിശദീകരണം വായിക്കുമ്പോ പണ്ഡിതന്മാരെടുത്തു പറയുന്നുണ്ട്, ഖുർആൻ മാത്രമല്ല അള്ളാഹു സംരക്ഷിക്കുന്നത്, മറിച്ച് ആ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന, അള്ളാഹുവിന്റെ വഹി പ്രകാരം സംസാരിച്ച മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞത്, അവിടുന്ന് ചെയ്തു കാണിച്ചു തന്നത്, അവിടുന്ന് സമ്മതിച്ചു തന്നത്, മൗദിഫയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി, മൂന്നും വന്നു. പ്രവർത്തനം, സമ്മതം, വാക്ക്. മുഹറം 9 മുത്തുനബി നോമ്പെടുത്തോ? ഇല്ല. പിന്നെ 10 എന്നിട്ട് എന്താ പറഞ്ഞത്? അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9 നോമ്പെടുക്കും. എടുത്തിട്ടില്ല. ആ വാക്ക് മതി. നമുക്കത് ബലപ്പെട്ട സുന്നത്താണ്. നിസ്കരിച്ച് കാണിച്ചു തന്നു, ഉളുവെടുത്ത് ചെയ്ത് കാണിച്ചു കൊടുത്തു. എത്ര പറയാനുണ്ട്? എന്നിട്ട് അവരോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടോ അങ്ങനെ നിസ്കരിക്കണേന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു. ചിലത് സമ്മതിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് മുത്തുനബിയിലേക്ക് എത്തിച്ചേരുന്ന അവിടുത്തെ ജീവിതചര്യ എന്ന് പറഞ്ഞാൽ. അതിലുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് ബുഖാരിയുടെ ഹദീസുകളുണ്ട്, മുസ്ലിമിന്റെ ഹദീസുകളുണ്ട് അല്ലേ? ഇബ്നു മാജയുടെ, അബൂദാവൂദിന്റെ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു മാജയുടെ അവരുടെ ഹദീസുകളിലേക്ക് നമുക്ക് അന്വേഷണം നടത്താം. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. ഈ നാട്ടിൽ ഒരാൾ ഒരു തോർത്തമുണ്ട് വാങ്ങാൻ പോകുമ്പോ വരെ അതിന് നൂല് പൊട്ടിച്ചു വെക്കുക, കോട്ടൺ തന്നെയാണോ, വെള്ളം ശരിക്ക് തോർത്തിയെടുത്താൽ കിട്ടുമോ ചോദിക്കുകയാണ്. ഒരു ലുങ്കി എടുക്കാൻ പോയാല് അതിന് സെലക്ഷൻ നടത്തുകയാണ്. ഒരു ഷർട്ട് വാങ്ങാൻ പോയാല് അതേ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ എന്ന് പറയാണ്.
എല്ലാം ഒരു ചെറിയ ഡ്രസ്, ഒരു സോപ്പ് വാങ്ങാൻ പോകുമ്പോ കടക്കാരൻ ചോദിച്ചു ഏത് സോപ്പാണ് എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്നോ എന്ന് പറയല, അപൂർവാണ്. നമ്മൾ ആ ഉപയോഗിച്ചിട്ട് തൃപ്തി തോന്നിയ സോപ്പിന്റെ പേര് പറയും. ഇത് പരലോകത്തിന്റെ കാര്യമാണ്. ഈ നാട്ടിലെ മുസ്ലിങ്ങളെ, ഇത് പരലോകത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം തർക്കമുണ്ട്, അത് ഖുർആന് കൊണ്ടും സുന്നത്ത് കൊണ്ടും തെളിവാക്കാൻ പറ്റുന്നതാണോ, മാതൃകയുള്ളതാണോ, പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് പരലോകത്തിലും അല്ലാഹുവിലും വിശ്വാസമുള്ളവരാണെങ്കിൽ ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അന്വേഷണം നടത്തണം. ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു? ഇൻഷാ അല്ലാഹ് ഞാൻ ചില കാര്യങ്ങൾ പറയാം, ചില ഇബാറത്തുകളിലേക്ക് ഞാൻ കടക്കും. അതിനു മുമ്പ് ഇന്ന് ഏറ്റവും വലിയ തർക്കം എന്താണ്? ഏറ്റവും വലിയ തർക്കം എന്താ? ഇപ്പൊ സെലഫികൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളോടൊക്കെ പറയുന്നത് മർമ്മേത, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. തർക്കമുള്ള ഇസ്തിആനത്തുണ്ട്, തർക്കമുള്ള ഇസ്തിഗാസയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. അപ്പൊ ഞാൻ എന്റെ ഉമ്മാനോട് പറയും, ഉമ്മ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, നിങ്ങളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് എനിക്ക് തരണം. ഇതൊരു സഹായം ചോദിക്കലാണ്. ഈ റോഡില് ഒരാൾ വീണു, അയാളൊന്ന് പറഞ്ഞു എന്നെ ഒന്ന് പിടിക്കണേ, എന്നൊന്ന് സഹായിക്കണേ, അതൊരു സഹായം ചോദിക്കലാണ്. അതൊന്നും ആരും ആ മനുഷ്യനോട് പ്രാർത്ഥിച്ചു എന്ന് ആരും പറയാറില്ല. മലയാളത്തിൽ ആ പദം അങ്ങനെ പ്രയോഗിച്ചാൽ തന്നെ അങ്ങനെ ആരും പറയാറില്ല. ഉണ്ടോ? ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് എന്റെ കുട്ടി എന്താണെന്നറിയില്ല, കയ്യും കാലമൊക്കെ ഇട്ടടിക്കുകയാണ്, അരമണിക്കൂറായി തുടങ്ങിയിട്ട് വായിൽ നിന്നൊക്കെ നൊര വരുന്നുണ്ട്, എന്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കണേ എന്ന് ഡോക്ടറോട് പറയുമ്പോ ഇതാ ഡോക്ടറോട് ആ കുട്ടിന്റെ വാപ്പ പ്രാർത്ഥിച്ചു എന്നാരും പറയാറില്ല. പിന്നെ എന്താ പറയാറുള്ളത്? ആ ഡോക്ടറോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എത്രയും പെട്ടെന്ന് മരുന്ന് കൊടുക്കണം, വേഗത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം, സ്കാനിങ് വേണമെങ്കിൽ ചെയ്യണം, എന്താ വേണ്ടത്, നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നതാണ് ആ പറയുന്നതിന്റെ അർത്ഥമെന്ന് ദുർവ്യാഖ്യാനം നടത്തി പ്രിയപ്പെട്ടവരെ ഈ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന വിധമാണ് സാധാരണക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് അല്ലാഹുവല്ലാത്തവരെ വിളിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള തെളിവായി പറയാറുള്ളത്. അല്ലാഹു ഈ ഉമ്മത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. സത്യം മനസ്സിലാക്കാനുള്ള നല്ല ക്ഷമയും നല്ല സാഹചര്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ നമ്മൾ ചോദിക്കാറ്. തെങ്ങിൽ കയറണം, ഒരാൾ നമ്മൾ വിളിക്കും, അയാൾ ഇപ്പോൾ ഒഴിവില്ല എന്ന് പറഞ്ഞാൽ എടാ പ്ലീസ് ഒന്ന് വാ, കുറെ ദിവസമായി, അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ സഹായതേട്ടമാണ്. നീ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്താ? എന്താ ഈ തർക്കമുള്ള ഇസ്തിഗാസ? കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, കുറെ ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, മോഹിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ട്രീറ്റ്മെന്റുകൾ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ട്രീറ്റ്മെന്റ് നടത്തി, കൗണ്ട് കൂടാനുള്ള മരുന്ന് കുടിച്ചു, ഒട്ടനവധി ചികിത്സകൾ നടത്തി. അല്ലാഹുവേ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. പ്രായാധിക്യത്തിൽ നിൽക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കുഞ്ഞിനെ നൽകിയ റബ്ബേ, താടിരോമങ്ങൾ നിറച്ചുപോയി, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടും സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് കുഞ്ഞിനെ കൊടുത്ത റബ്ബേ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. നിനക്ക് കഴിയാത്ത ഒന്നും ലോകത്തില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് നാഥാ, ഞങ്ങൾ 10 വർഷമായി കണ്ണീരോടുകൂടി നിന്നോട് പറയുന്നു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കൂ റബ്ബേ, ഞങ്ങൾക്കൊരു സന്താനത്തെ കൊണ്ട് അല്ലാ. ഇത് റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്, അവനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്. ട്രീറ്റ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട്, മരുന്ന് അവിടെ കുടിക്കുന്നുണ്ട്, എനിക്കൊരു സന്താനത്തെ കൊണ്ട് റബ്ബേ എന്ന് പറയേണ്ടത് അല്ലാഹുവിനോടാണ്. അത് മരിച്ചു കിടക്കുന്ന ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് ഉപ്പാപ്പാ ഞങ്ങൾക്ക് കുട്ടികളില്ല, നിങ്ങൾക്കറിയുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പറഞ്ഞാൽ ഇത് തർക്കമുള്ള ഇസ്തിഗാസയാണ്. ഇതാ ഖബറിൽ കിടക്കുന്നവനോടുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതിലെന്താ സംശയം? ഇതിലെന്താ അത്ര കെട്ടിക്കൊടുക്കുള്ളത്? ഇതിലെന്താ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഒരാൾ രോഗിയാണ്, ട്രീറ്റ്മെന്റ് നടക്കുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, കേരളത്തിൽ കിട്ടാവുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നു. പക്ഷേ രോഗം മാറ്റിത്തരണമേ എന്ന് മനസ്സിനുള്ളിൽ പ്രിയപ്പെട്ടവരെ
അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് രോഗി പറയും, കൂടെയുള്ളവർ പറയും. ആ പറച്ചിൽ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മൊയ്തീൻ ശൈഖിനോട് പറയുമ്പോ ഏതൊരർത്ഥത്തിലാണോ അള്ളാഹുവിനോട് പറഞ്ഞത് അതേ ഉദ്ദേശമാണ് മനസ്സിനുള്ളിലുള്ളത്. മൊയ്തീൻ ശൈഖി ഹോസ്പിറ്റലിൽ വരും, എന്നിട്ട് ഡോക്ടറോട് സംസാരിക്കും, വേഗം ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സഹായം ഉണ്ടാകും, റെക്കമെൻഡ് ഉണ്ടാകും. അതൊന്നുമല്ല. ഏതെങ്കിലും നിലക്ക് ഇതിലിടപെട്ടുകൊണ്ട് എന്റെ രോഗം മാറ്റിത്തരാൻ ആ ശൈഖിന് കഴിയുമെന്ന് വിളിക്കണമെന്നില്ല, വിചാരിച്ചാൽ മതി. അത് തന്നെ ശിർക്കായി പോവില്ലേ? മൊയ്തീൻ ശൈഖ് ഞാൻ വിളിക്കുമ്പോ കേൾക്കുമെന്ന് വിചാരിച്ചാൽ തന്നെ ശിർക്കായി പോയില്ലേ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. അഹും ആരാണ്? അവർ അമ്പിയാക്കന്മാരാകാം, ഔലിയാക്കന്മാരാകാം, അമ്പിയാക്കന്മാരിൽപ്പെട്ടവരാകാം, അല്ലെങ്കിൽ മലക്കുകളെ പോലെയുള്ളവരാകാം, അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ പോലെയുള്ള ആളുകളാകാം, അതുമല്ലെങ്കിൽ ജിന്നാവാം, മലക്കാവാം, ആരുമാകാം. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥനക്കവർ പ്രിയപ്പെട്ടവരെ ഉത്തരം തരികയില്ല എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹു അടിവരയിട്ട് പറഞ്ഞു, ഒന്നാമത്തെ ഭാഗമായി പറഞ്ഞു, മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട ഫസ്റ്റ് ഭാഗമായി പറഞ്ഞു, പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. പിന്നെ ലൗ എന്ന് പ്രയോഗിച്ചു, വലൗ സമിഉ, അത് കേൾക്കുമെന്ന് പറയാനല്ല. തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ കേൾക്കുന്നാണോ നിങ്ങളെ വിശ്വാസം? ഇനി കേൾക്കുന്ന സാങ്കല്പികമായി കേൾക്കൂല. ലൗ എന്ന പ്രയോഗം അറബി അറിയുന്നവർക്കറിയാം, അത് നടക്കാത്ത കാര്യമാണ്. ഇനി കേൾക്കുമെന്ന് നിന്റെ മുമ്പിൽ സമ്മതിച്ചു തരണോ? ഞങ്ങൾ പറയാം, എന്നാ ശരി, നിന്റെ വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിക്കാം. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മസ്തജാബൂ ലക്കും, നിങ്ങൾക്കവർ ഉത്തരം തരികയില്ല. പിന്നെന്തിനാ കേൾക്കുന്നത്? പിന്നെന്തിനാ ഈ പണി ചെയ്യുന്നത്? മാത്രമല്ല വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, ഈ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. എടോ, നിന്നോട് അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത് എന്ന് മഹാനായ യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാഭൂരിപക്ഷം വരുന്ന 230 കോടിയിലധികം വരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് കർത്താവേ എന്ന് വിളിച്ച് യേശുവിനെ വിളിക്കുമ്പോ ആ യേശുക്രിസ്തു അള്ളാഹുവിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യരോട് പറയും, ഞാൻ അള്ളാഹുവേ നീ പറഞ്ഞതാണ് അവരെ പഠിപ്പിച്ചത്. ബൈബിളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വാചകമുണ്ട്, ഇസ്രായേലരെ കേൾപ്പാം, ഇസ്രായേലരെ കേൾപ്പാം, എന്റെയും നിങ്ങളുടെയും, നോക്കൂ, എന്റെയും നിങ്ങളുടെയും കർത്താവായ ഏക കർത്താവ്. അപ്പൊ യേശുക്രിസ്തു കർത്താവ് അല്ല എന്ന് മനസ്സിലായില്ലേ? ഒറ്റ വാചകം ശ്രദ്ധിച്ചോളൂ, കുറെ ഒന്നും പറയണ്ട. എന്റെയും നിങ്ങളുടെയും കർത്താവായ ഏക കർത്താവ് യേശുക്രിസ്തു. ഈസാ നബി പറയാ, മുന്നിൽ വന്ന ആളുകളോട്, എടോ, നിന്റെ രക്ഷിതാവ് എന്റെയും രക്ഷിതാവ്, നിന്റെ കർത്താവ് എന്റെയും കർത്താവായ ഏക കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ വണങ്ങണം, ആരാധിക്കണം. പുറപ്പാട് പുസ്തകത്തിലില്ലേ? ഉണ്ട്. അതാ യേശുക്രിസ്തു പറഞ്ഞത്, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പടച്ചോനെ, എനിക്കറിയില്ല, എന്റെ കാലശേഷം എന്നെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു സമൂഹമായി എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ മാറിയോ? അല്ലാഹുവേ, ഞാൻ ചെയ്ത ദഅവത്തിനെതിരാണല്ലോ. നിഷേധിക്കും അവർ, ഓരോ നബിമാരും നിഷേധിക്കും. ആരെയാണോ ഏറ്റവും നല്ല മഹത്തുക്കളായി കണ്ടുകൊണ്ട് ആരെയാണോ നിങ്ങൾ തേടിയത് മനുഷ്യരെ, അവർ നിഷേധിക്കുന്ന ഒരു പരലോകം വരും. ഇത് ഖുർആൻ വ്യക്താക്കിയിട്ടില്ലേ? ഇല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂട്ടോ. ഇനി അള്ളാഹു പറയുന്ന ഉപമ ഖുർആനിൽ നിന്ന് ശ്രദ്ധിച്ചോളൂ. ലഹു ദഅവത്തുൽ ഹഖ്, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അത് അള്ളാഹുവിനുള്ളതാണ്. ഇനി ശരിക്ക് ഓരോ വാചകം അതിൽ ശ്രദ്ധിച്ചോളൂട്ടോ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലാഹുവിന് പുറമെ ആരോടാണോ അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോടാ? ലാ യസ്തജീബൂന ലഹും ബിശൈ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ. ഒരു ഉപമ അല്ലാഹു പറഞ്ഞു തരിക. ഒരിക്കലും ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോടാണ് ഈ മനുഷ്യർ ദുആ ചെയ്യുന്നത്. അതിന് ഉപമ എന്താ?
വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെ. ഈ പ്രദേശത്തിന്റെ പേരെന്താ? കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറത്ത് എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മളെ നാട്ടിൽ ഇവിടെ ഒരു കിണറുണ്ട് വിചാരിച്ചോളൂ. ഒരു 10 മീറ്റർ താഴെ വെള്ളമുണ്ട്. പക്ഷെ വെള്ളം കോരാൻ ബക്കറ്റോ കയറൊന്നുമില്ല, മോട്ടോർ സംവിധാനമില്ല. ഈ നാട്ടിലൊരാൾക്ക് വെള്ളം വേണം, ദാഹിക്കുന്നുണ്ട്. കിണറിന്റെ കരയിൽ വന്നിട്ട് 10 മീറ്റർ താഴെ കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈനീട്ടി വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ കയറി വന്നവന്റെ വായിലെത്തുവോ? ഇത് അല്ല ചോദിച്ചതാ. കടമ്പഴിപ്പുറം കിണറൊന്നും അല്ല പറഞ്ഞിട്ടില്ല. അത് എവിടെ വെച്ചിട്ട് ആരും വരും വേണ്ട. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ എന്താ അല്ല പറഞ്ഞത്? അവന്റെ ഉപമ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. എന്തിനാണ് അവൻ വെള്ളത്തിലേക്ക് കൈ നീട്ടിയത്? ലിയബ്ലുഗ ഫാ, അവന്റെ വായിൽ വെള്ളമെത്താനാണ്. എന്നിട്ട് അല്ലാഹു പറയും വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. ഇതിലാറെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരായ മനുഷ്യർക്ക് നമ്മുടെ റഹ്മാനായ അർറഹീമായ എല്ലാം പുറത്തു തരുന്ന കാരുണ്യത്തിന്റെ നിധിയായ കാരുണ്യവാനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അണ്ടകടാഹങ്ങളുടെ അധിപനായ ആകാശത്തിന്റെ മേലാപ്പിൽ വട്ടമിട്ട് പറക്കുന്ന കോടാനുകോടി ജീവജാലങ്ങൾ, പക്ഷികൾ, പറവകൾ, വെള്ളത്തിന്റെ ആടിയിലെ കൂളിയിട്ട് പോകുന്ന മത്സ്യങ്ങൾ, മറ്റു ജന്തുക്കൾ, എല്ലാറ്റിനെയും മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചു തന്ന ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ കാരുണ്യവാനായ റബ്ബ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഉപമ എങ്ങനെ പറഞ്ഞു തരും? എന്നിട്ട് അല്ലാഹ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വാക്കെന്താ അറിയോ? വമാ ദുആഉൽ കാഫിരീൻ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകളുടെ ദുആ ഇല്ലാ ഫീ ളലാൽ, വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. അപ്പൊ ഈ ദുആഇനെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്ന് തർക്കമില്ലല്ലോ. ഇത് ദുആഇനെ കുറിച്ചാണ് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കണ്ടോ? അള്ളന്നെ ആയത്ത് അവസാനിപ്പിക്കുന്നത് സത്യത്തെ നിഷേധിക്കുന്ന ആളുകളുടെ ദുആ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. എത്ര ഉപമകളുണ്ട്. സമയം കുറവാണ് ഓരോ ആയത്തും ഇങ്ങനെ പറഞ്ഞു പോകാൻ. ഈച്ച സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ ഉപമയാണ്. ഈച്ച നമ്മുടെ ധാന്യപാത്രത്തിൽ നിന്ന്, ധാന്യമണിയിൽ നിന്ന് ഒരു പഞ്ചസാര തരി അല്ലെങ്കിൽ ഒരു അരിയുടെ കഷ്ണം അത് ഈച്ചയുടെ കാലിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഈച്ച അങ്ങോട്ട് പറന്നുപോയി. നമ്മളാരെ വിളിച്ചത്? മമ്പറന്തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു, മുദീഷയ്ക്ക് രക്ഷിക്കണേ എന്ന് പറഞ്ഞു, അല്ലേ? ഭീമ അമ്മാച്ച രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു, കടുവാപ്പള്ളി കിടക്കുന്ന ഷെയ്ഖയെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു, കോഴിക്കോട് അപ്പവാണിബ നേർച്ചപ്പറമ്പിൽ അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന അവിടുത്തെ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞു, കുഞ്ഞിപ്പള്ളിയിലെ ഷെയ്ഖെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു, ആ അരട്ടക്കപ്പള്ളിയിലെ ഷെയ്ഖെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. ചിന്തിക്കട്ടോ, ആ പേര് വെച്ചിട്ട് ഞാൻ പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. ഈച്ച പഞ്ചസാരയുടെ ഒരു തരി അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നുപോയാൽ നിങ്ങളെ വിളിക്കുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും ഖുർആൻ പറയാ, അവർക്ക് ആ ഈച്ചയിൽ നിന്ന് ആ ധാന്യത്തിന്റെ ഒരു ചെറിയ മൈന്യൂട്ട് കഷ്ണം തിരിച്ചു വാങ്ങിത്തരാൻ ലാ യസ്തൻകിദൂഹു മിൻഹു. സുബ്ഹാനല്ലാഹ്. ലഅഫത് ത്വാലിബു വൽ മത്ലൂബ്, വിളിച്ചോനും വിളിക്കപ്പെട്ടവനൊന്നും കഴിയില്ല, ദുർബലരാണ്. ഒരു ഈച്ച കാലിൽ ഇറുക്കി പിടിച്ച് പറന്നുപോയ ഒരു പഞ്ചസാരയുടെ തരി, ഒരു അരിയുടെ കഷ്ണം, വേറെ എന്തെങ്കിലും ഒരു ധാന്യത്തിന്റെ പൊട്ട് ഇറുക്കി പിടിച്ച് പറന്നുപോയാൽ തിരിച്ചു വാങ്ങിത്തരാൻ അവർക്ക് കഴിയില്ല. ഖുർആൻ പറയാ. അപ്പൊ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ മഹത്തുക്കളാണ്, ഒരു തർക്കമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അവരല്ലാഹു ആദരിച്ചിട്ടുണ്ട്. ഇനിയും ആദരവ് ലോകത്ത് കിട്ടിയേക്കാം. പക്ഷേ അവരെ നാം ആദരിക്കണം. നമുക്ക് മനസ്സിലായാൽ അമ്പിയാക്കന്മാരെ നാം അനുസരിക്കുന്നു, അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ഒടുവിലത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അല്ല കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ പോലുമല്ല, നാം മടിയിലിരുത്തുന്ന നമ്മുടെ കുഞ്ഞല്ല, നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയല്ല, നമുക്ക് ആസ്തിയുണ്ട് എന്ന് പറയുന്ന സ്വത്തോ ഭൂമിയോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഒരു സഹാബി സ്വഫ്ന്ന് ഇങ്ങനെ തെറ്റി നിന്നു. അതിന്റെ സന്ദർഭം, യുദ്ധ സന്ദർഭം ഒന്നും ഞാൻ വിശദീകരിക്കണില്ല, സമയത്തെ ചുരുക്കിയ. ആ സ്വഹാബി എന്തിനാ തെറ്റിയെന്നറിയോ? എല്ലാവരും ഒരേ ലൈനിൽ നിന്നപ്പോ ഒരു സഹാബി ഒന്ന് തെറിച്ച്
ഒരു 2 അടി മുന്നിലേക്ക് കയറി നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ കയ്യിലുള്ള വടി കൊണ്ട് അയാളുടെ വയറ്റത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, സൊഫിലേക്ക് നേരെ നിൽക്കാൻ. ചുരുക്കട്ടെ, അതിന്റെ സന്ദർഭമൊന്നും പറയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് എന്നോട് ആർക്കെങ്കിലും പകരം ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ സ്വഹാബി പറഞ്ഞു, അതേ ഉണ്ട്, എന്റെ വയറ് വേദനിച്ചിട്ടുണ്ട്, എനിക്ക് പകരം ചോദിക്കണം. പറഞ്ഞല്ലേ, ചരിത്രത്തിലില്ലേ? ഉണ്ട്. അപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള വടി അയാൾക്ക് കൊടുത്തു, പകരം ചോദിക്കാൻ പറഞ്ഞു. സ്വഹാബത്ത് ഇത് കണ്ട് ഇങ്ങനെ കണ്ണ് തള്ളി ആശ്ചര്യഭരിതരായി അത്ഭുതപ്പെട്ട് നബിയോട് പകരം ചോദിക്കേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പകരം ചോദിക്കേ. ഭയങ്കരമായ ഒരു ഈർഷ്യതയിലാണ് അവർ നിൽക്കുന്നത്. ആ സ്വഹാബി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തു പിടിച്ചു. എന്നിട്ട് പ്രവാചകന്റെ പൂമേനിയിൽ വയറ്റത്ത് ചുണ്ടുകൾ അമർത്തി ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയേ, പലർക്കും ആഗ്രഹം ഉണ്ടാവും നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ, പക്ഷെ എല്ലാവർക്കും ഇതിന് അവസരം കിട്ടൂലല്ലോ. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ആർക്കും അത് അവസരം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാനൊരു തന്ത്രം പ്രയോഗിച്ചതാണ്. നിങ്ങൾ ആ വടി കൊണ്ടൊന്ന് തട്ടും, അതിന് പകരം എനിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ വയറ്റത്തൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ എനിക്കൊരവസരം കിട്ടും. ഇങ്ങനെയെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരു ശരീരത്തിലൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ കൊതിച്ച സ്വഹാബി. ആ സ്വഹാബിക്ക് നബിയോട് ഇഷ്ടല്ലേ കൂട്ടരെ? ഇല്ലേ? ഞാൻ സാന്ദർഭികമായിട്ട് ചോദിക്കുകയാണ്, ഇഷ്ടല്ലേ? ആ സ്വഹാബിക്ക് അങ്ങോട്ട് വന്നോളൂട്ടോ. റബീഉൽ അവ്വൽ നബിയുടെ ജന്മദിനം സാന്ദർഭികമായിട്ട് പറയാണ്. സ്വഹാബികൾ ആർക്കും അങ്ങനെ ഒരു ആഘോഷം അറിയില്ല. ഇത്രമാത്രം സ്നേഹിച്ച സ്വഹാബിയെ ശത്രുക്കൾ കൊണ്ടുപോയി തലക്കി പൊട്ടാക്കി കെട്ടിത്തൂക്കി അടിച്ചു. പകരം എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വെറുതെ വിടാന്ന് പറഞ്ഞു എന്നാ ചരിത്രം പറയണത്. ശത്രുക്കൾ വെച്ച ഡിമാൻഡ് എന്താ അറിയോ? നബി വരണ്ട, നബിനെ കൊണ്ടും വരണ്ട, പക്ഷെ എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാ വിടാന്ന്. എന്നിട്ടോ സഹാബി എന്താ പറഞ്ഞത്? എന്റെ ശരീരത്തിൽ കുറെ രോമുണ്ട്. അല്ല, മുത്തുനബിയുടെ ആ ശരീരത്തിലെ രോമത്തിൽ നിന്ന് ഒരു രോമം പകരമായിരുന്നെങ്കിൽ എന്ന് പറയാൻ ആവശ്യപ്പെട്ടാൽ അത് പറയാൻ പോലും ഞാൻ റെഡിയല്ല. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് എത്രമാത്രം സ്നേഹിച്ചു കൂട്ടരെ. എന്നിട്ട് അവർക്കറിയോ റബീഉൽ അവ്വലിൽ ഒരു പ്രത്യേക പ്രകടനം അറിയോ? ഒരു ജാഥ, ഒരു പ്രത്യേക പലഹാരം, ഒരു ബർത്ത്ഡേ ആഘോഷം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാട്ടോ, അറിയില്ല. അപ്പൊ അവർക്ക് നബിയോട് ഇഷ്ടല്ലേ? ഇല്ലേ? അവർക്ക് നബിയോട് മഹബത്തില്ലേ? നബിയുടെ ചെരുപ്പെടുത്തു കൊടുക്കാൻ മത്സരിക്കുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം കൊണ്ടുകൊടുക്കാൻ മത്സരിക്കുന്ന ആ സഹാബത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ അർത്ഥത്തിൽ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ അവർക്കറിയാതെ പോയത് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഭാര്യമാർ അറിയാതെ പോയത്, മദ്ഹബിന്റെ ഇമാമുകൾക്കറിയാതെ പോയത്, ആദ്യത്തെ ഏറ്റവും പരിശുദ്ധമായ 3 നൂറ്റാണ്ടിൽ ആളുകൾക്കറിയാതെ പോയത്, ഈ നാട്ടിലെ ചിന്താശക്തിയുള്ള മുസ്ലിങ്ങളെ ചിന്തിക്കണം, ആലോചിക്കണം. അവർക്കൊന്നും അറിയില്ലായിരുന്നു. അത് മറന്നുപോയോ? എങ്ങനെ തുപ്പണമെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എങ്ങനെ തുപ്പണം, എങ്ങനെ മുടി ചീകണം, വലതേ ഭാഗത്തുനിന്ന് മുടി ചീകി തുടങ്ങിയത് അത്ഭുതപ്പെടുത്തിയെന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. ചെരുപ്പണിയുമ്പോ ആദ്യം വലത്തേക്കാൽ അടിഞ്ഞത് എടുത്തു പറഞ്ഞില്ലേ? കിടന്നുറങ്ങുമ്പോ അടുപ്പിലൊരു തീ ഇങ്ങനെ പുകയുന്നുണ്ടെങ്കിൽ കെടുത്തണേ, വല്ല എലിയും വല്ല ജന്തുക്കളും വന്ന് വലിച്ചിട്ട് തീപിടുത്തമുണ്ടാകും, ശ്രദ്ധിക്കണം, കെടുത്തിയിട്ടേ ഉറങ്ങാവൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അയച്ചു വെച്ച ഷേട്ട് രണ്ടാമതണിയുമ്പോ കുടയണേ, പ്രാണികളും പാറ്റകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബെഡിൽ നിങ്ങൾ വിരിച്ച വിരിപ്പ് കുടയാതെ ഉറങ്ങരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താ പഠിപ്പിക്കാതെ പോയത്? തുമ്മിയാൽ എന്ത് പറയണം? ടോയ്ലറ്റിലേക്ക് പോകുമ്പോ ഇടത്തേക്കാല് വെക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അവിടേക്ക് കടക്കുമ്പോ ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും രക്ഷ ചോദിക്കണേ. പിശാചിന് ഇഷ്ടപ്പെട്ട സ്ഥല ടോയ്ലറ്റ്. കക്കൂസ് എന്നൊക്കെ പറഞ്ഞ ശൈത്താൻ ഇഷ്ടപ്പെട്ട സ്ഥല. അതുകൊണ്ട് ആ ട്രെയിനിലൊക്കെ പെന്നുകൊണ്ടോ കമ്പി കൊണ്ടൊക്കെ വരച്ചിട്ട് എഴുതും, രാമൻ പ്ലസ് സോമ, മുഹമ്മദ് പ്ലസ് ഫാത്തിമ, ജോസഫ് പ്ലസ് ജെസി എന്നൊക്കെ. ഞാല് പിന്നെ ഒരാളെ പേര് മാത്രം പറഞ്ഞു എന്നാണ്ട അല്ലേ? എന്താ അവിടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു പോരണം. അത് വേസ്റ്റ് കളയാനുള്ള സ്ഥല. അത് കഴിഞ്ഞാ പോരണം. അവിടെ അങ്ങനെ ഇരുന്നാ പിന്നെ ശൈത്താൻ പിടികൂടും. ഇവിടെ വൃത്തികേടാക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട് ഗവൺമെന്റ് പബ്ലിക്കിൽ ഉണ്ടാക്കിയ ടോയ്ലറ്റില്. ക്ലോസറ്റിക്ക് ഇരുന്നിട്ട് ആലോചിക്കും, ഇതിൽ ഏത് അക്ഷരം കളഞ്ഞാൽ അപ്പൊ വൃത്തികേടാവുക? ശൈത്താന്റെ പണിയാ, മനസ്സിലായണ്ടോ?
അത് പിശാചിന് ഇഷ്ടപ്പെട്ട സ്ഥല, അവിടേക്ക് കയറുമ്പോ ഇടത്തേക്കാല് വെക്കണം, പഠിപ്പിച്ചു ദീന്. അവിടുന്ന് ഇറങ്ങുമ്പോ വലത്തേക്കാല് വെക്കണം, പഠിപ്പിച്ചു ദീന്. പള്ളിയിലേക്ക് കയറുമ്പോ മുത്തുനബി തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലണം, പഠിപ്പിച്ചു ദീന്. എന്നിട്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പ്രാർത്ഥന ചൊല്ലണം, പഠിപ്പിച്ചു ദീന്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മുത്തുനബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലണം, അള്ളാഹുവിനോട് റബ്ബിന്റെ ഫളിനെ ചോദിക്കണം, പഠിപ്പിച്ചു ദീന്. എന്താ പഠിപ്പിക്കാത്തത്? എന്നിട്ട് 2 പെരുന്നാളിനേക്കാൾ മഹത്തരമായ ഒരു ആഘോഷമായ നബിദിനം എന്ന് പറയുന്ന ആഘോഷത്തെ പറയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയി. സഹാബത്തും മറന്നു, താബീങ്ങളും മറന്നു, മദ്ഹബിന്റെ ഇമാമുകളും മറന്നു, ആദ്യത്തെ 300 കൊല്ലത്തെ മനുഷ്യരൊക്കെ മറന്നു. ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഓലൊക്കെ മറന്നുപോയോ? ചിന്തിക്കുന്നുണ്ടോ? ഇവരൊക്കെ മറന്നുപോയി എന്ന് പറയാൻ ഒരു മുസ്ലിമിന് കഴിയോ കൂട്ടരെ? അത് ഇസ്ലാമിൽ ഉണ്ട്, എന്നിട്ട് ഓലൊക്കെ മിണ്ടാതിരുന്നു എന്ന് പറയോ? ഒരു ചെറിയ കാര്യം പോലും തുമ്മിയാൽ എന്ത് പറയണം, കേട്ടവൻ എന്ത് പറയണം, തിരിച്ചെന്ത് പ്രാർത്ഥിക്കണം ഒക്കെ പഠിപ്പിച്ച ദീന്. പെരുന്നാളിന് എങ്ങനെ പോകണം, വേറെ വഴിയിലൂടെ തിരിച്ചു വരണം, തെക്ബീർ ചൊല്ലണം, മൈതാനത്ത് വേറെ സുന്നത്ത് നമസ്കാരമില്ല, സ്ത്രീകളുടെ ഭാഗത്ത് പ്രത്യേക സംഭാവന ചോദിച്ചു, എല്ലാം വന്നില്ലേ? എല്ലാം വന്നില്ലേ? എന്നിട്ട് 2 പെരുന്നാളിനേക്കാൾ മഹത്തരമായ ആഘോഷമായ ഒരു ബർത്ത്ഡേ ആഘോഷം, നബിദിനാഘോഷം, അള്ളാന്റെ റസൂല്, ഭാര്യമാര്, അവിടുത്തെ ഖലീഫമാര്, അല്ല അവിടുത്തെ സഹാബികൾ മൊത്തം എല്ലാവരും മറന്നുപോയി. തെളിവില്ലാത്തോണ്ട് ചെയ്യാതിരിക്കുകയാണ്. ഉണ്ടോ? ഉണ്ടോ? ഒരു കാരക്ക മുത്തുനബിയുടെ ജന്മദിനത്തിന്റെ പേരിൽ ഇന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കൊടുത്തത് ഹദീസിൽ പ്രമാണത്തിൽ വന്നാൽ കാരക്കല്ല, പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഹലാലായ മാർഗത്തിൽ അത് ഉണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങൾ മട്ടനും ചിക്കനൊക്കെ കൊടുക്കാൻ റെഡിയാ. വാശിയില്ലാരോടും ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. അപ്പൊ വിഷയങ്ങളെ നിങ്ങൾ പഠിക്കണമെന്ന് പറയാനാ. സെലഫികൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞുപോയി. ആ സന്ദർഭത്തിൽ അത് വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ഉപമയിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ. കൈ വെള്ളത്തിലേക്ക് നീട്ടിയാൽ കിട്ടുകയില്ല. ഈച്ച കാലിൽ ഇറുക്കി പിടിച്ച് പറന്നുപോയാൽ തിരിച്ചു വാങ്ങിത്തരാൻ കഴിയില്ല എന്നൊക്കെ അല്ലാഹു തആല കൃത്യമായി ഉപമിച്ച് വിശദീകരിച്ചു തന്നു. അപ്പൊ ഞാൻ ചുരുക്കി പറയട്ടെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? ഇപ്പൊ നൂറെ ഹബീബ് തങ്ങള് കേട്ടോ, തങ്ങളെന്ന് വിളിക്കാൻ നമുക്ക് എന്തായാലും ആള് അങ്ങനെ അയാളെ തന്നെ പരിചയപ്പെടുത്തിയല്ലേ. അദ്ദേഹത്തോട് ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ ഒന്ന് ഓതിയെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കറിയുന്നു എന്നാ അദ്ദേഹം പറഞ്ഞേ. ഒക്കെ നിങ്ങൾ കേൾക്കണാണ് യൂട്യൂബില്. നിങ്ങൾ കുറച്ച് ഖുർആൻ ഒതുക്കിയെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അതിന് ഞാൻ പഠിച്ചു എന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ഓതാൻ അറിയുമെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് ആര് പറയണത്? നൂറെ ഹബീബ് പറയണത് അല്ലേ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇവിടുന്ന് തേന് കൊടുക്കുന്നുണ്ട്, എല്ലാവരും അതിൽ പ്രത്യേകമായി ഇന്നത് ചൊല്ലിയിട്ട് ഊതണം. അവിടെ ഹൈന്ദവ സ്ത്രീകളുണ്ടോ? അവിടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ടോ? അല്ല, ഭയങ്കര സൗഹാർദ്ദമാണ്. ആയിക്കോട്ടെ, എന്നാ അവര് ഗുരുവായൂരപ്പനെ മനസ്സിൽ ഓർത്തിട്ടാണ് ഊതിക്കോളീന. അപ്പൊ അത് യൂട്യൂബിൽ ഇങ്ങനെ പരക്കുമ്പോ ഞാൻ ചിന്തിച്ച എന്താ അറിയോ, അവർക്കതൊരു തെറ്റായി തോന്നില്ല. കൊടുത്ത കഴിവെന്ന് സഹായിക്കുന്നതാണ്. ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ള കഴിവ്, കൊടുത്ത കഴിവെന്ന് സഹായിക്കുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സംഭവേ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടോ? കൊടുത്ത കഴിവെന്ന് സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ 1ാമത്തെ ഭവനമാകുന്ന കഅബാലയം, ഗ്രീനിച്ച് രേഖയിൽ ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന കഅബാലയം, അതിന്റെ മുന്നിലേക്ക് വരുമ്പോ തൽബിയത്ത് ചൊല്ലി വരുന്നു. അബൂജഹൽ അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് വരുമ്പോ അവരും പറയുന്നു തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. സുബ്ഹാനല്ലാഹ്, ഇത്ര മനോഹരമായ വാക്കാണ്. ഇത് കേട്ടപ്പോ തങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതി മതി, അവിടെ നിർത്തിക്കോ, രക്ഷപ്പെടാൻ. നിർത്തിയോ? നിർത്തിയില്ല. പിന്നെ ഓല് എന്താ ബാക്കി ചൊല്ലിയത്? എന്നെ കേൾക്കണേ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ, പുറത്തൊക്കെ പള്ളിയുണ്ട്, പണ്ഡിതന്മാരെ, നാളെ കിടുകിടാ വിറക്കുന്ന പരലോകത്ത് ആരും നിങ്ങളുടെ കൂടെയില്ല. ഓരോ ഒത്താശയും പറഞ്ഞു തരാൻ ആരുമില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ, ചുണ്ടുകൾക്ക് സീല് വെക്കുന്ന പടച്ചോന്റെ കോടതിയിൽ
കിടുകിടോ വിറക്കുന്ന റബ്ബിന്റെ കോടതിയിൽ, കൈകാലുകൾ സാക്ഷി പറയുന്ന റബ്ബിന്റെ കോടതിയിൽ, തൊലികൾ സംസാരിക്കുന്ന റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അവരെന്താ പറഞ്ഞെന്നറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക. കണ്ടോ? ആദ്യം പറഞ്ഞെന്താ? നിനക്ക് ഒരു ശരീക്കും പങ്കാളിയൊന്നുമില്ല. പിന്നെ ഇല്ലാ ശരീകൻ ഹുവ ലക, പങ്കാളിയുണ്ട്, ആ പങ്കാളി നിനക്കുള്ള പങ്കാളിയാണ്. തംലികുഹു വമാ മലക്, ആ പങ്കാളിയുടെ ഉടമസ്ഥാവകാശം നിന്റെ പക്കലാണ്, എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ്, നീ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതതിന്റെ സാരം. ഇത് അബൂജഹൽ പറഞ്ഞതാ, ഇത് മുസ്ലിം പറയേണ്ടതല്ല. ഇത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, മുത്തുനബിയെ എതിർത്തവർ, തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തവർ പറഞ്ഞതാ. നാട്ടിലെ മുസ്ലിങ്ങളെ, ഇത് നമ്മൾ പറയേണ്ട മറുപടിയല്ല, അവര് പറഞ്ഞതാണത്. അത് കേട്ടിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ആദ്യത്തെ 2 ലൈൻ പറഞ്ഞു നിർത്തു, മതി മതി. അവർ നിർത്തിയില്ല. അപ്പൊ അവരെ വിശ്വാസം എന്താ? കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണത്. അവർ വിചാരിച്ചിട്ടില്ല ഈ ബിംബം, ഈ പ്രതിഷ്ഠ, ഈ കബർ കിടക്കുന്ന ആളുകള്, ഈ മഹത്തുക്കൾ അവർ പടച്ചോനാന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? സിയാറത്ത് ടൂറ്. ശ്രദ്ധിച്ചു കേട്ടോളൂ, സിയാറത്ത് ടൂറ്. ഈ സിയാറത്ത് ടൂറ് എന്ന് പറഞ്ഞ് പോയിട്ട് നല്ലൊരു ഉസ്താദ് മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാണ്, ഉപ്പാപ്പാ ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് വന്നതാണ്, കുറെ ആളുകൾ ഇനിയും വരാനുണ്ട്. നമ്മൾ ആരോടാ പോയി സംസാരിക്കണത്? ഇനിയും കുറെ ആളുകൾ വരാനുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചാളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, വന്നിട്ട് കുറെ സമയമായി. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിഞ്ഞു പോവുകയാണ്. പല സമരത്തിനും വന്ന പോലെയാണ്, തൽക്കാലം പിരിഞ്ഞു പോവുകയാണ്. ആ തൽക്കാലം ഞങ്ങൾ ആരോടാ പറയണത്? കബർത്താലോടാ പറയണത്. കുട്ടികളില്ലാത്തവരുണ്ട് ഞങ്ങളിൽ, സഹായിക്കണേ ഉപ്പാപ്പ. ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഉപ്പാപ്പ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇടം കിട്ടാൻ സഹായിക്കണേ ഉപ്പാപ്പ. ഇത് പ്രാർത്ഥനയല്ലെങ്കിൽ, ഈ കടമ്പടിപ്പുറം പ്രദേശത്തെ മുസ്ലിങ്ങളെ, ഇത് പ്രാർത്ഥനയല്ലെങ്കിൽ, ഇത് കബറാളിയോടുള്ള നേരെയുള്ള തേട്ടമല്ലെങ്കിൽ, ഏതാ പിന്നെ ഇസ്ലാമിക ലോകത്ത് പ്രാർത്ഥന എന്ന് പറയുന്നത്? പിന്നെ എന്താണ് പ്രാർത്ഥന? ഏതാണ് പ്രാർത്ഥന? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ ആരെങ്കിലും മഹന്ത കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായവർ നരകത്തിൽ കിടക്കേണ്ടി വരും. ഈ പ്രാർത്ഥന ഏതാ? പിന്നെ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം ഏതാ? മണ്ണാർക്കാട് മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കുറെ പിറകിലേക്ക് സംവാദമൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഈ 2 പ്രാർത്ഥനകളിൽ ഏതാ പിന്നെ? അതിന് ഉദാഹരണം പറയുന്നു, മണ്ണാർക്കാട് നിന്ന് തുടങ്ങിയ ചോദ്യ കേട്ടോ. നിങ്ങളെ നാടിന്റെ അടുത്ത സ്ഥലല്ലേ, അവിടുന്ന് ചോദിച്ച ചോദ്യാണ്. ആ പ്രാർത്ഥനയല്ലാത്ത ഇങ്ങനെയുള്ള ഒരു തേട്ടം, അതിനൊരു ഉദാഹരണം പറഞ്ഞേരി. കിട്ടിയിട്ടുണ്ടോ? ഇത് പച്ചയായി ഖബർത്താളുകളോട് പറയല്ലേ, ഖബർത്താളോട് ചോദിക്കല്ലേ അല്ലേ? നോളജ് സിറ്റി, ഞാൻ പേര് പറയണില്ല, അതുപോലും അതിന്റെ നിയമ തടസ്സങ്ങളെല്ലാം നീങ്ങിയത് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ മോൻ ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലേ? അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, സത്യം മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നോളജ് സിറ്റിക്ക് വേണ്ട ഒട്ടനവധി പേപ്പറുകൾ തടസ്സമായി നിന്നപ്പോ, ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ അത് കുടിസതയിലായപ്പോ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും മാറിയതെന്ന് പച്ചക്ക് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു പ്രാർത്ഥന ഇസ്ലാമിൽ ഉണ്ടോ കൂട്ടരെ? ഉണ്ടോ? ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ടോ? അപ്പൊ കൊടുത്ത കഴിവെന്നും പറഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നതൊക്കെ. അങ്ങനെ സംഭവം ഇസ്ലാമിലുണ്ടോ? എന്നിട്ട് സഹാബത്ത് ചോദിച്ചോ? ഏതെങ്കിലും ഒരു നബി വേറൊരു നബിയോട് ചോദിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്ത് എന്തൊക്കെ വിഷമങ്ങൾ നബിയോട് അറിയിച്ചു? മഴയില്ലാത്തത് പറഞ്ഞില്ലേ? ക്ഷാമം അറിയിച്ചില്ലേ? മുത്തുനബി വഫാത്തായതിനു ശേഷം ഖബറിന്റെ അടുത്ത് പോയിട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ കഥ? ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു എന്നൊക്കെ. പ്രമാണമുണ്ടോ? തെളിവുണ്ടോ? ഇല്ല. എന്താ കിട്ടാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഗൗരവമായി ആലോചിക്കുക. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയും? കുറേ കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3-4 കാര്യങ്ങൾ വേഗത്തിൽ ഓടിച്ചു പോകാം. ഒന്ന്,
ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ കേട്ടോ, അവർ ഖുർആൻ പറയട്ടോ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യന്മാരാണ്, അടിമകളാണ്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല, മനുഷ്യനാണ്. നമ്മെ പോലെ സാധാരണ മനുഷ്യനാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു കുട്ടിയോട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രാക്കറ്റിൽ മലക്ക്, ജിന്ന്, മനുഷ്യൻ, ഏതിനാ നമ്മൾ മാർക്കിടുക? ഏതിനാ? മനുഷ്യനാണ്. കരഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, കാലുമുറിയായിട്ടുണ്ട്, ശരീരത്തിൽ നിന്ന് ചോര ഒലിച്ചിട്ടുണ്ട്, കൊല്ലാൻ വന്നവരെ വിരിപ്പിൽ വേറൊരാളെ കിടത്തി പോവേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് കിംവദന്തി പരത്തിയപ്പോ മിണ്ടാതിരുന്നിട്ടുണ്ട്, സത്യമറിയാതെ. ഉണ്ടായിട്ടില്ലേ? തന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയപ്പോ നിങ്ങളൊക്കെ പറഞ്ഞത് കളവാടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉടനെ ഉത്തരം കൊടുത്തോ? ഒന്നും മിണ്ടാതെയിരുന്നു, വഹി ഇറങ്ങുന്നത് വരെ കാത്തിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇറച്ചിയിൽ വിഷം കൊടുത്തില്ലേ? എന്നിട്ടോ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബിയും ചെന്നു, ജൂത കുടുംബത്തിൽ കയറിയിരുന്നു, ആ വീട്ടിൽ നിന്ന് ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തു. ജൂത കുടുംബത്തിലെ സ്ത്രീ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കഷ്ടമെടുത്ത് വായിലിട്ടു, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു, ചവച്ചു. കൂടെയുള്ള സഹാബി വയറ്റിലേക്ക് ഇറക്കി, സഹാബി പിടഞ്ഞു മരിച്ചു. ഞാൻ ഈ കടമ്പടി കുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന് മുന്നിൽ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച ഇറച്ചിയില് വിഷം കലർത്തി കൊടുത്തിട്ട് സഹാബിയോട് ഇത് കഴിക്കണ്ടട്ടോ, ഇതിലെന്തുണ്ട്, വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് സഹാബി കേട്ടോ? മുത്തുനബിയുടെ തിരുനാവിൽ നിന്ന് നബി വായിലേക്കിടാതെ കഴിക്കണ്ട, അപകടം ഉണ്ടെന്ന് പറഞ്ഞോ? അല്ല അറിയിച്ചു കൊടുക്കുന്നത് വരെ മനസ്സിലായില്ല, അല്ല തുപ്പാൻ പറഞ്ഞു, അല്ലേ? അപ്പോഴേക്കും സഹാബി മരിച്ചുപോയി. ഇത് അവിശ്വസിക്കുന്നുണ്ടോ മുസ്ലിങ്ങളെ? ഉണ്ടോ? എന്നിട്ട് CM മടവൂർ അരീക്കോട് വന്നപ്പോ, കേൾക്കണേ, CM മടവൂർ അരീക്കോട് വന്നപ്പോ ഒരു വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷം. ആയിക്കോട്ടെ, അതിഥി സൽക്കാരൊക്കെ നല്ലതാണ്. CM വന്നു അരീക്കോട് ഭാഗത്ത്, ആ CMന്റെ കൂടെയുള്ളവരും വന്നു. ഒരു വീട്ടുകാർ ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. അവർ നല്ല ഇറച്ചി വരട്ടിക്കൊടുത്തു, അതിക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. CM ഇറച്ചിക്ക് നോക്കിയിട്ട് ആളുകളോട് പറഞ്ഞു, തിന്നരുത്, ആരും തുടരുത്, പാത്രമടക്കം ഒഴിവാക്കൂ. മനസ്സിലായോ? ഒരു പണ്ഡിതന്റെ പ്രസംഗാണ്, പാത്രമടക്കം ഒഴിവാക്കൂ. അപ്പൊ വീട്ടുകാർ ചോദിച്ചു, എന്താ പ്രശ്നം? വേണ്ട, കാഫിർ അറുത്തത് തിന്നാൻ പാടില്ല, ഒഴിവാക്കൂ. അപ്പൊ ഇറച്ചി വാങ്ങി കൊടുത്ത് ആള് പോയി. അരീക്കോട് അറബിന്റെ സ്ഥലത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എന്താണ് ഇപ്പോ ഇങ്ങനെ CM പറയാനുള്ള കാരണം? ഇറച്ചിക്ക് നോക്കിയിട്ടാ പറയണതേ. അപ്പൊ അറുവാരം പറഞ്ഞു, ഞങ്ങൾ സാധാരണ ഇവിടുത്തെ സമസ്ത പള്ളിന്റെ മൊല്ലാക്കിയാണ് അറുക്കല്, അയാള് വീട്ടിക്ക് പോയതുകൊണ്ട് മുജാഹിദ് പള്ളിത്തെ മൗലവിയാണ് അറുത്തത്. വെറുതെ പറഞ്ഞതല്ല CM. മനസ്സിലായോ? അള്ളാന്റെ റസൂലിന്റെ മുമ്പിലെ പ്ലേറ്റിൽ ഇറച്ചി വെച്ചിട്ട് കൂടെയുള്ള സഹാബി തിന്നിട്ട് മരിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസം 63ാമത്തെ വയസ്സിൽ ലോകത്തുനിന്ന് വിട പറയുമ്പോ പറഞ്ഞു, അന്ന് ജൂത കുടുംബത്തിൽ നിന്ന് ഇറച്ചിയിൽ കലർത്തി തന്ന ആ വിഷത്തിന്റെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മരണവേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. യാ ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ, ഈ പ്രദേശത്തുള്ളവരെ ചിന്തിച്ചോളൂ. ഇതൊന്നും തമാശ പറയുകയല്ല. അള്ളാഹുവിന്റെ ദീനിനെ തൊട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത്, ഇബാദുൻ അംസാലുക്കും, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫ് 194ാമത്തെ ആയത്ത്. 2, ലാ യഖ്ലുഖൂന ശൈഅ, നേരത്തെ പറഞ്ഞു അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. 3, വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 4, അംവാതുൻ ഗൈറു അഹ്യാ, പലരും ഇന്ന് തേടിപ്പോകുന്നത് കേട്ടോ ജീവനില്ലാത്ത മരിച്ചുപോയവരെ തേടിക്കൊണ്ടാണ്. നിങ്ങളെ പരിസര പ്രദേശത്താണ്, ഖബറൊന്നും വേണ്ട, ഒരു വള്ളി വരെ. ഞാനൊക്കെ ഈ പ്രസംഗം തുടങ്ങിയ സമയത്ത് അതൊക്കെ ഒന്ന് കാണാൻ വന്നിരുന്നു കുറെ മുമ്പ്. അപ്പൊ കുറെ ആളുകൾ തൊട്ടിത്തുണിയും പിടിച്ച് കയറൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ.
കുട്ടികളില്ലാത്തവർ തൊട്ടിയുമായി വന്ന് വള്ളിയിൽ കെട്ടിയാൽ കുട്ടിയെ കിട്ടും എന്ന വിശ്വാസ. എന്നിട്ട് തൊട്ടി തുണിയും പിടിച്ച് പാവപ്പെട്ട മുസ്ലിങ്ങൾ നിൽക്കുക. കുട്ടികളില്ലാത്തവര് അള്ളാഹിനോട് ദുആ ചെയ്യുക, ട്രീറ്റ്മെന്റ് നടത്തുക. അല്ലാതെ വള്ളിമേൽ തൊട്ടിൽ കെട്ടിയ കുട്ടി കിട്ടുമോ? അതാണോ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസം? ശരിയല്ല എന്ന് പറയുക മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യമായി പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് എന്നാ എന്ന് പോലും ഈ ഖബറിൽ കിടക്കുന്നവർക്കറിയില്ല, മരിച്ചവർക്കറിയില്ല. അങ്ങനെ എത്രയെത്ര ലാ യസ്മഉ ദുആക്കും കേട്ടോ, അവർ ദുആ കേൾക്കൂല. ഇനി കേട്ടു എന്ന് വാദിച്ചാൽ തന്നെ ഉത്തരം കിട്ടുകയില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഓരോന്നായി ഹദീസും ആയത്തും വെച്ച് വിശദീകരിക്കാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് മുസ്ലിം ഉമ്മത്ത് പോയി നിൽക്കുന്നവിടെ, ഞാൻ ഈ പ്രദേശത്തെ ചരിത്രം ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ഉണ്ടാവാൻ കാരണം ഒരു ഖബർ ജാറവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അല്ലേ അല്ലേ ഇവിടുത്തെ റെഡി അല്ലേ? ആണ്. ഇവിടെ വേരോട്ടുണ്ടായത് എങ്ങനെയാണ്? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വളരാനും ചിന്തിക്കാനും വേറിട്ട് പ്രവർത്തിക്കാനും തുടങ്ങിയത് ഈ കടമ്പടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ആരോടുമുള്ള വാശിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂട്ടോ. ഞാൻ ഷാഫി പള്ളിയിൽ, ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട്, പള്ളിയിലെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിൽ നിന്നൊരു ഇബാറത്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നമ്മൾ ആരും കണ്ടിട്ടില്ല. കണ്ട സ്വഹാബികൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ എഴുതി വെച്ചു, റുഫിഅ ഖബറുഹു, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർള്, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, ഒക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. റസൂലുള്ളാന്റെ ഖബർ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. എത്ര? നഹ്വം മിൻ ശിബർ, ഏകദേശം ഒരു ചാണോളം. ഒരു ചാണന്നെ സഹാബികൾ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല, ഏകദേശം ഒരു ചാണ് എന്നാ പറഞ്ഞ്. കണ്ടോ? ചരക്കല്ലുകൾ ഇങ്ങനെ വാരി വിതറിയ പോലെ ഒരു ചാൺ ഉയരത്തിൽ അങ്ങനെയായിരുന്നു മുത്തുനബിയുടെ ഖബറുണ്ടായിരുന്നത് എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തി. നമ്മളാരും നബിയുടെ ഖബർ കണ്ടിട്ടില്ല, ഇപ്പൊ കാണാൻ പറ്റിയ അവസ്ഥയിലുമല്ല. ഉംറയ്ക്ക് എത്ര വട്ടം പോയി, മദീനത്ത് അതിന്റെ ഭാഗമല്ലെങ്കിലും മുത്തുനബിയുടെ ഖബറിന്റെ അടുത്ത് നമ്മളൊക്കെ പോവാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ സലാം പറയുന്നു അല്ലെ, റൗദയിൽ പോയി നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ ഒരു തർക്കമില്ല, അതൊക്കെ ഇനിയും നടത്തേണ്ടതാണ്. പക്ഷേ എത്ര തവണ ശ്രമിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നമുക്ക് കാണാൻ പറ്റിയ അവസ്ഥയിലല്ല. 30, 40, 50 കൊല്ലക്കായിട്ട് അവിടെ ജോലി ചെയ്യണ, സേവനം ചെയ്യണ പണ്ഡിതന്മാരുണ്ട്. അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾ ആകെ 2 ഉംറയ്ക്ക് പോയിട്ട് ഞാൻ കണ്ടു മമ്പറത്തെ പോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ 50 കൊല്ലം 60 കൊല്ലക്കായിട്ട് അവിടെ ജോലി ചെയ്യുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക്, അറബി അറിയുമെങ്കിൽ, നിങ്ങൾ ഇവിടെ എത്ര കൊല്ലായി മദീനത്തെ ഈ ഖബറുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിൽക്കണേ, റൗലന്റെ പരിസരത്ത് പള്ളിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നബിയുടെ ഖബർ? കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ പറയാണ് ഉംറയ്ക്ക് പോയി, നമ്മൾ തിരിച്ചു വരുമ്പോ പറയാ സത്യാട്ടോ കണ്ടു, ഏർവാടിക്ക് പോയ മരിക്കന്നെ. വീട്ടിന്റെ ഉള്ളില് ലിവിംഗ് റൂമിൽ ഒരു ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക, ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഖബർ എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ. ആളുകൾ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ, പുറത്തു കൊടുക്കുമാറാകട്ടെ. ഉണ്ടോ സുഹൃത്തുക്കളെ ഇതൊക്കെ? ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ, ഇപ്പൊ മുജാഹിദുകൾ എന്ന് പറയുന്നവർ, നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ മനസ്സിലുള്ളത് എന്താ അറിയോ? ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ട് നബിയെ ഇഷ്ടപ്പെടാത്തവരാണ്, അവര് സ്വലാത്തില്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്, അങ്ങനെയൊക്കെ പറയാ. സത്യങ്ങളൊന്ന് ഉള്ളിലിരുന്ന് പഠിച്ചു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഞങ്ങൾ ആരും കേൾക്കാൻ വേണ്ടി, ആളുടെ കയ്യടി കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലാറില്ല. ഇല്ലാത്ത സ്വലാത്തിലേക്ക് പോവാറുമില്ല. നാരിയ സ്വലാത്ത് ചൊല്ലാറില്ല. തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ്, അല്ലേ? ഇങ്ങനെ നാരിയ സ്വലാത്ത്, അങ്ങനെ ഒരു സ്വലാത്ത് അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പദം തന്നെ പ്രിയപ്പെട്ടവരെ അപകടം പിടിച്ചതാണ്. ആ പദം, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള പദം, അത് ഏത് പദം ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അത് അപകടം പിടിച്ചതാണ്. നബി മുഖേനയാണ് മഴ വർഷിക്കുന്നത്, ആഗ്രഹം സഫലീകൃതമാകുന്നത്. അപകടം പിടിച്ച വരി നാരിക സ്വലാത്ത്. അങ്ങനെ സ്വലാത്ത് ദീനിലില്ല, അതുകൊണ്ട് നമ്മൾ ചൊല്ലാറില്ല, അപകടമാണ്. താജു സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്.
അങ്ങനെ ഒരു സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് കൈമാറിയിട്ടില്ല. നിങ്ങൾ നബി ആർക്കെങ്കിലും സ്വപ്നം കാണണോ ഈ സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് ഹദീസിലുണ്ടെങ്കിൽ ഇരുന്നു ചൊല്ലാൻ നമ്മൾ റെഡിയാ. പ്രമാണത്തിലില്ല, അതാ പ്രശ്നം. എന്നാൽ സഹാബത്ത് ചോദിച്ചു, നബിയെ സലാം പറയാൻ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ മേലെ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഖൂലു, നിങ്ങൾ ചൊല്ലിക്കോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് അങ്ങ് ഓടിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ സ്വലാത്ത് ചൊല്ലണം എന്നാ പറയുന്നത്. ഞാൻ ഈ പ്രസംഗത്തിൽ എത്ര തവണ മുത്തുനബിയുടെ പേര് പറഞ്ഞു, അപ്പോഴൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചുരുക്കി ചുരുക്കി ചൊല്ലാണ് അല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേട്ടോളൂട്ടോ. നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. ഈ നാട്ടിലെ മനുഷ്യരെ ശ്രദ്ധിച്ചു കേട്ടോളൂ, മുത്തി നബി നിരോധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? ആ യുജസ്സൽ ഖബർ. ഞാൻ തൃശ്ശൂരിൽ ഖുത്ബ കഴിഞ്ഞ് മടങ്ങുമ്പോ എന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. കാളത്തോട് എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങണം, കാളത്തോട് ജുമാ മസ്ജിദ്. എന്താണ് ആ പള്ളിയുടെ പ്രത്യേകത എന്നറിയോ? സലഫി പള്ളിയല്ല, ആ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ ജാറമുണ്ട്. ശ്രദ്ധിക്കണം, അതേ കോമ്പൗണ്ടിനുള്ളിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, വിശാലമായ പള്ളി, ഖബർസ്ഥാനുണ്ട്, കാലത്തോട് ജുമാ മസ്ജിദ്. അവിടെ 2008 മുതൽ ഞാൻ ഇടക്കിടക്ക് ലീവ് എടുത്താലും യാത്രയിൽ വേറെ ആളെ നിശ്ചയിച്ചാലും മാറി ആളെ നിശ്ചയിച്ചാലും ഒക്കെ 2008 മുതൽ ഇതുവരെ ഖുത്ബക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂര്. അതുകൊണ്ട് കാളത്തോട് ജുമാ മസ്ജിദിന്റെ ഓഡിറ്റോറിയം നമ്മൾ റമദാനിൽ നമ്മൾ എടുക്കും, എല്ലാ ഞായറാഴ്ചയും. അത് പുറത്തേക്ക് വാടക കൊടുക്കണ. ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ എല്ലാ റമദാനിലും ഞായറാഴ്ചകളിൽ 10 മണി മുതൽ ളുഹർ വരെ സംസാരം ഉണ്ടാവും. ആ സംസാരത്തിൽ നമ്മൾ ഖബർ എന്താണെന്നും ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ലെന്നും ജാറമുള്ള പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ മഹലിൽ ആളുകൾ വന്ന് കേൾക്കും. അതുകൊണ്ട് എന്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇറങ്ങണം, ഒന്ന് കണ്ടിട്ട് പോകാതെ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി. ജാറം ഒരു ഭാഗത്ത്, എന്നിട്ടോ മതിലിൽ പള്ളി സ്ഥാപിച്ച ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ എന്താ പള്ളി കമ്മിറ്റി എഴുതിയെന്നറിയോ? ഖബർ സിയാറത്തിന് വരുന്നവരുടെ ശ്രദ്ധക്ക് എഴുതിയിട്ടുള്ള എന്താ അറിയോ? ഖബറിന്റെ മുകളിൽ എഴുതാൻ പാടില്ല, ഖബറിന്റെ മുകളിൽ സിമന്റോ കുമ്മായമോ പൂശാൻ പാടില്ല, ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല, ഖബറിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതാണ് നബി വചനം. ഒരു ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നു കമ്മിറ്റി വെച്ചതാ ബോർഡ്. കമ്മിറ്റിക്കാർക്ക് ആ ജാറം പൊളിക്കുക എന്നുള്ളത് അവിടെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കമ്മിറ്റിക്കാർ പടച്ചോന്റെ കോടതിയില് പടച്ചോനെ ഇത് ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത അതിൽപ്പെട്ട കുറച്ചാളുകളായി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ബോർഡ് വെച്ചു എന്ന് നാളെ പരലോകത്ത് അവർക്ക് പറയാൻ. മനസ്സിലായില്ലേ? ഞാൻ വെറുതെ അല്ല അദ്ദേഹത്തോട് പറഞ്ഞത്, ഒന്ന് ഇറങ്ങി ഒന്ന് വായിച്ചു നോക്കിയെന്ന്. നമ്മൾ വെച്ച ബോർഡല്ല, പള്ളി കമ്മിറ്റി വെച്ച ബോർഡാ. എന്താ ഹദീസ്? നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ആ യുജസ്സൽ ഖബർ, ഖബർ നിങ്ങൾ കുമ്മായം അടിക്കുകയോ സിമന്റ് പൂശുകയോ ചെയ്യരുത്. വഅയ്യുബിന അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. വഅയ്യുഖഅദ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കയറി ഇരിക്കരുത്. മറ്റൊരു റിപ്പോർട്ടിൽ വഅയ്യുക്തബ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. കണ്ടോ? 4 കാര്യം നിരോധിച്ചു. മുത്തുനബിയോട് ഇഷ്ടല്ല എന്ന് പറയണ, അങ്ങനെയാണ് പറയാ. നിങ്ങൾക്ക് നബിയോട് ഇഷ്ടല്ല, നബിയോടുള്ള മഹബത്ത് കൊണ്ട് ഈ 4 കാര്യവും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾക്ക് 756 എഴുതിയൊരു സ്ലാബ് വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ടല്ല, വാങ്ങൂല. എന്താ കാരണം? അള്ളാന്റെ റസൂല് നിരോധിച്ചതാണ്. ഒരു 10 വെട്ടലും ഒരു ചാക്ക് സിമെന്റും ഒരു അര കുടിസ് മണലും വാങ്ങാൻ പൈസ ഈ പരിപാടിന്റെ ചെലവും കൂടി ഇല്ല. ഒരു ജാറ ഉണ്ടാക്കൂല. എന്താ കാരണം? ചെയ്യരുത് അള്ളാന്റെ റസൂല് പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഒരു ജാറ ഉണ്ടാക്കാന് ഒരു 10 വെട്ടല്, ഒരു ചാക്ക് സിമെന്റ്, ഒരു അര കുടിസ് മണലുണ്ടെങ്കിൽ ജാറായി. ആരപ്പത് പൊളിച്ചു നോക്കുക? ചെയ്യൂല. എന്താ കാരണം? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ് ചെയ്യരുത്, ഖബർ കെട്ടിപ്പടുക്കരുത്. ഞങ്ങൾ പടുത്തിട്ടില്ല. ഞങ്ങളെ ഉമ്മാന്റെ ഖബർ
എന്റെ പ്രിയങ്കരനായ പിതാവ് 2002 മരിച്ചിട്ടുണ്ട്. ഒരടയാളവും ഞങ്ങൾ വെച്ചിട്ടില്ല. ഞങ്ങൾ ഇടക്കിടക്ക് പോകും ഖബറിന്റെ അടുത്ത്. നമുക്കറിയാം എന്താ നമ്മളെ വാപ്പാന്റെ ഖബറാണ്. ആ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഖബറാളികൾ കുറേയുണ്ട്. അവർക്ക് സലാം പറയും. അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കും, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കും. അതാണ് ഹദീസിൽ വന്നത്. അതിന് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. നമ്മളത് സ്വീകരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഹദീസ് പറഞ്ഞു, സ്വഹാബികൾ പറഞ്ഞത് പറഞ്ഞു. ഇനി കേട്ടോളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറയുന്നെന്ന് ഈ കടമ്പടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പറഞ്ഞല്ലോ. ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ വേരോട്ടം തുടങ്ങിയത് ഇങ്ങനൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ നാട്ടിലെ മനുഷ്യരെ ശരിക്കു പഠിച്ചോളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ വഫാത്തായ നമ്മുടെ നേതാവായ തങ്ങളായ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയുൽ അവ്വൽ മാസം ലോകത്തുനിന്ന് വിട പറയുന്ന വഫാത്താകുന്ന സമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തോളിലേക്ക് ചെരിഞ്ഞു കിടന്ന് മടിത്തട്ടിലേക്ക് ഉർന്നിറങ്ങി. കാല് ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു, കൈ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. ലോകത്തുനിന്ന് വഫാത്തായി പോവുകയാണ്. ആ സമയത്ത് അവിടുത്തെ ചുണ്ടുകൾ ഇങ്ങനെ ഇളകുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താണ് മുത്തുനബി പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ചെവി ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കുന്നു. ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ആയിഷ കുറച്ച് കാര്യങ്ങൾ, ആ പല്ല് തേക്കാനുള്ള കൊള്ളി വാങ്ങണതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കേൾക്കുമാർ അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കണേ, ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. അലൽ യഹൂദി വൻ നസ്വാറ, യഹൂദികൾക്ക് മേലെ നസ്വാറാക്കൾക്ക് മേലെ അല്ലാഹ് ശപിച്ചു. എന്താ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദാ, അവർ നബിമാരുടെ ഖബർ കിട്ടിയാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റും, ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. ആര്? നസ്വാറാക്കളും യഹൂദികളും. അവര് നബിന്റെ ഖബർ കിട്ടിയാലേ ചെയ്യുള്ളൂ കേട്ടോ. നമ്മളോ? ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ. ഇനി പള്ളിയിൽ ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ നിന്നൊരു ഇബാറത്ത് കേട്ടോളൂ. ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുന്ന പറഞ്ഞ് അല്ല എന്നാ പറഞ്ഞ്, അല്ല എന്നാണ് പറഞ്ഞ്, പൊളിക്കണം എന്നാ പറഞ്ഞത്. പൊളിക്കാനുള്ള ഡ്യൂട്ടി നമുക്കില്ല, ഉത്തരവാദിത്വമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ജഡ്ജി പറയേണ്ട, ഭരണാധികാരി പറയേണ്ട കാര്യ. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു കെട്ടിപ്പൊക്കിയ ഖബറും നമ്മൾ കൈവെക്കാൻ പാടില്ല. അത് തെറ്റാണ്, കുറ്റമാണ്. പറഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ. അത് ഉണ്ടാക്കിയവർക്ക് പൊളിക്ക് ശരിയാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ പറഞ്ഞു കൊടുക്കുന്ന എന്താ അറിയോ? കേട്ടോളൂ. വതജിബുൽ മുബാദറതു ലിഹദിമിഹാ വഹദമിൽ കിബാബില്ലതി അലൽ ഖുബൂർ, ഖബറിന്റെ മേലെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ കുബ്ബകൾ, എടുപ്പുകൾ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. നിർബന്ധാന്ന് പറഞ്ഞ് അങ്ങനല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? വതജിബുൽ മുബാദറതു ലിഹദമിഹാ വഹദമിൽ കിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മസ്ജിദിൽ ദിറാർ, കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണത്. കിതാബിൽ പറഞ്ഞു കൊടുക്കുക. ഇനി കേട്ടോ ബാക്കി. ലി അന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അന്നഹു നഹാ അൻ ദാലിക്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിക്കുക മാത്രമല്ല, മുത്തുനബിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക്, കൽപ്പനകൾക്കെതിരാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്നത്. പോരാ, വഅമറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ കൽപ്പിക്കുക കൂടി ചെയ്തു, ഓർഡർ ഇട്ടു. എന്തിന്? ബിഹദ്മി ഖുബൂരിൽ മുശ്രിഫ, പൊന്തി നിൽക്കുന്ന ഖബറുകൾ കണ്ടാൽ അതിനെ പൊളിച്ച് സാധാരണ ഖബറാക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. തന്റെ മരുമകനായ അലി റളിയല്ലാഹുവിന്റെ ഷോൾഡറിൽ കൈവച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലി, താങ്കൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഖബറുകളെ തട്ടി സമമാക്കണം. പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? കടമ്പഴിപ്പുറത്ത് ഇവിടുത്തെ ആളുകൾ കേൾക്കട്ടെ. ഈ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ നാട്ടിലെ ആളുകൾ കേൾക്കട്ടെ. സത്യമല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കൂ, ഇങ്ങനെ ഇല്ല. ഇല്ലേ? ഇത് കിതാബിലുള്ളതല്ലേ? ഞങ്ങൾ ഇഷ്ടപ്രകാരം വായിക്കുന്നതാണോ? പോരാ. ഇതിന്റെ ബാക്കിയും കൂടി കേട്ടോളൂ. ഖബറിന്റെ മേലെ സ്ഥാപിച്ച വിളക്കുകളും ബഹുശാഖാ വിളക്കുകളും അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അവിടെ ഖബറിന്റെ മേലെ തോരണങ്ങളും വിളക്കുകളും ഒന്നും സ്ഥാപിക്കരുത്.
കേട്ടോ. അല കബരിൻ, ഒരു കബറിന്റെ മേലെയും ചെയ്യാൻ പാടില്ല. വലാ യസിഹു വഖഫുഹു വനദറുഹു, അങ്ങനെ വല്ല വിളക്കോ ബഹുശാഖാ വിളക്കുകളോ നേർച്ചയാക്കാനും വഖഫ് ചെയ്യാനും പാടില്ല. ഇതൊക്കെ പള്ളി ദർസ് പഠിപ്പിക്കണ കിതാബിലുള്ളതാ. എന്നിട്ട് തോരണം തൂക്കി മലപ്പുറം ജില്ലയിൽ തിരൂരിൽ യാഹൂ തങ്ങളുടെ നേർച്ച, അള്ളാഹു അത് സംഘടിപ്പിച്ചവർക്ക് നല്ല ബുദ്ധി, സൽബുദ്ധി, ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആനക്ക് മതളകി ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞ നേർച്ചയില്, ഇല്ലേ? കേട്ടിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? തിരൂരാണ്. ഇനി തൃശ്ശൂരിൽ ചെന്ന ചേറ്റുവയില് ആനക്ക് മതമുളകുക. മുസ്ലിങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട് ഷെയ്ഖോ ബീബിയോ ആരാകട്ടെ, അവിടെ നിന്ന് നമുക്ക് പ്രശ്നമില്ല. അതുമായി ബന്ധപ്പെട്ട് ആനയെ നെറ്റിപ്പട്ടം കെട്ടി കൊണ്ടുവന്ന് നേർച്ച നടത്തി ആനക്ക് മതമിളകി ഒരു മനുഷ്യനെ കൊന്നു. ആൾക്കാർ ഇറങ്ങി ഓടി. നിങ്ങൾ ഇപ്പോ യൂട്യൂബിൽ അടിച്ചു നോക്കി, ചേറ്റുവ നേർച്ചക്ക് ആനക്ക് മതമിളകിയ രംഗം മതിലൊക്കെ എടുത്തിയാടി ഓടുന്നുണ്ട്. പേടിച്ചിട്ട് ഓടുകയാണ്. സാരല്ല, മനുഷ്യന്മാരെ സ്വാഭാവികതയിൽപ്പെട്ടതാണ്. പക്ഷെ ആ ഓടുന്ന ഓട്ടത്തിലിടാം മനുഷ്യന്മാരൊക്കെ വിളിക്കണം അല്ലാ പടച്ചോനെ എന്നാ. അപ്പൊ ഒരാളെയും വിളിക്കണില്ല. തുറന്നോക്ക്, ഞാൻ പച്ചക്ക് നാടൻ സംസാരം നിങ്ങളുടെ മുമ്പിൽ നടത്തുന്നത്. അള്ളാനെ വിളിച്ച് ഓടുകയാണ്. അവിടെ വെച്ച് മനുഷ്യനെ കൊല്ലുന്നു. തിരൂരുണ്ടായി, വേറെ സ്ഥലത്തുണ്ടായി, ഇല്ലേ? എന്തിനാ സിയാറത്ത് പറഞ്ഞത്? കടമ്പടിപ്പുറത്ത് മനുഷ്യരെ എന്തിനാ ഖബർ കാണാൻ പോകാൻ പറഞ്ഞ്? മരണബോധം ഉണ്ടാകാൻ. എന്തിനാ പറഞ്ഞത്? പരലോകത്തെ ഓർക്കാൻ. കുത്തിയിട്ട ഖബർ കാണുമ്പോ ബാപ്പ എത്ര സുഖമായി ജീവിച്ചതാണ്, ഉമ്മ എത്ര സുഖമായി ജീവിച്ചതാണ്, എന്റെ ജേട്ടൻ എത്ര സുഖമായ വീട്ടിൽ ഉറങ്ങിയതാണ്, ഈ 6 അടി മണ്ണിൽ ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിൽ ഒറ്റക്ക് കിടക്കുകയാണല്ലോ എന്റെ ഉപ്പ. ഓർക്കും നമ്മൾ ഖബറിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നമുക്ക് മരണബോധമുണ്ടാകും. ഖബർ സിയാറത്ത് ടൂറും നേർച്ചക്കും പോയിട്ട് തിരിച്ചു വരുമ്പോ ഓർമ്മ ഉണ്ടാവുമോ? കുട്ടികൾ കാറിലിരുന്ന് ചർച്ച ചെയ്യുക, വാപ്പാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പല്ലേ മരണക്കണ്ണറിൽ 4 കാറുണ്ട്, ഇനി ഈ പ്രാവശ്യം 3 ഉള്ളൂ. അപ്പൊ സിയാറത്തിന്റെ ഉദ്ദേശം നടന്നോ? പട്ടിന്റെ സർക്കസും യന്ത്ര ഊഞ്ഞാലും മരണക്കിണറൊക്കെ കണ്ടിട്ടാ തിരിച്ചു വരിക. എന്തിനാ പോയത്? നേർച്ചക്ക് പോയതാ. ഇതല്ലേ എല്ലാ നേർച്ച സ്ഥലത്തുള്ളത്? ഒന്നില്ലെങ്കിൽ പള്ളിന്റെ കോമ്പൗണ്ടിലാന്ന് ഞാൻ പറയണില്ല, ഉണ്ടോന്ന് എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടി ഏതാ? ഖബറിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഖബറാളിയെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു പോരുന്നവര് ആയിരക്കണക്കിന് ആളുകൾ നേർച്ച പറമ്പിൽ എത്തിയില്ല. എത്ര ആളുണ്ടാവും? അവിടെ കച്ചവടം പൊടി പൊടിക്കുന്നു. അവിടെ യന്ത്ര ഊഞ്ഞാലും മരണക്കിണറും സർക്കസും കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും ഒക്കെ നടക്കും. അപ്പൊ ഇസ്ലാം പറഞ്ഞ സിയാറത്ത് നടക്കുന്നുണ്ടോ? ഉദ്ദേശം നടക്കുന്നുണ്ടോ? എന്താ പറഞ്ഞു വെച്ചത് എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഇതൊന്നും ആരോടുമുള്ള വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയണതല്ല. എന്റെ വാക്കിൽ അധികപ്പറ്റുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം. അള്ളാഹുവിന്റെ ദീന് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറാനാണ് ഈ ശൈലിയിൽ നിങ്ങളോട് പറയുന്നത്. അല്ലേ? മരിച്ചാല് പ്രിയപ്പെട്ടവരെ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യണം. പക്ഷെ അവിടെ ഇരുന്ന് സെലഫികൾ ആ മരിച്ച മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളുടെ ചുറ്റും ഇരുന്ന് ഒരു പ്രത്യേക ഖുർആൻ പാരായണം, ഏത് സൂറത്താകട്ടെ, യാസീനാകട്ടെ, അല്ലാത്ത സൂറത്താകട്ടെ, നമ്മൾ പ്രത്യേകമായ ഒരു ഖുർആൻ പാരായണം നടത്താറില്ല. അപ്പൊ പറയും, കണ്ടോ മരിച്ചു കിടക്കുന്ന ഒരു പരിപാടിയില്ല. എൻ്റെ നാട്ടിലൊരാള്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാസറ്റിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്ത്? എൻ്റെ നാട്ടിലൊരു ഉസ്താദ് മറുപടി പറഞ്ഞത്, ഇവര് മരിച്ചാല് നിലമ്പൂര് കാട്ടുന്ന തേക്കെട്ടുണ്ടോണരിക്ക കൊണ്ടുപോകാൻ. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്താ പറയുന്നത്? നിലമ്പൂര് കാട്ടുന്ന തേക്ക് കൊണ്ടുപോകണവരിക്ക കൊണ്ടുപോകാൻ. എന്നാൽ മിണ്ടാതെ, ആരും കാണാതെ, അറിയാതെ, ഒച്ചണ്ടാക്കാതെ പോകുന്നു. അപ്പൊ മയ്യത്ത് കൊണ്ടുപോലും പോലെ അങ്ങനെയാണ്, അതിനെ കളിയാക്കുകയാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ കളിയാക്കുന്നത്? സഹാബത്തിനല്ലേ കളിയാക്കുന്നത്? അല്ലേ? നിലമ്പൂരിന്നല്ല, ഏതെങ്കിലും കാട്ടുന്ന് തേക്ക് കെട്ടുണ്ടാവാൻ പാടില്ല. അത് വേറെ വിഷയ. അവനാന് പരിചയമുള്ള ഉദാഹരണം പറഞ്ഞോളി, സാരല്ല, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറയണത് എന്താ പ്രിയപ്പെട്ടവർ, ഇത് അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയാണ് പരിഹസിക്കുന്നത്, അല്ലേ? ഒരൊറ്റ ഹദീസിൽ, എത്ര ഹദീസുകളുണ്ട്, ഒരൊറ്റ ഹദീസിൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ മരണം നടന്നിട്ട് നബിയും മറ്റുള്ള സഹാബികളും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ഉറക്കെ ചൊല്ലിപ്പോയ ഒരു ഹദീസിന്റെ കഷ്ണം കിതാബിലുണ്ടോ? എന്റെ നാട്ടുകാരനാ റഹ്മത്തുള്ള കാസിമി മൂത്തേടം. അദ്ദേഹം ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്,
ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്. റഹ്മത്തുള്ള കാസിമി പറയാട്ടോ, എന്താ പറയണറിയോ? ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ മുൻഗാമികളുടെ മാതൃക എന്ന് പറഞ്ഞാൽ, മുൻഗാമികളുടെ, അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെയാണല്ലോ, ഒരു കാര്യം ചിലപ്പോൾ ആവർത്തിച്ചു പറയും. അദ്ദേഹം പറയാ, അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. മിണ്ടാതെ പോകണം, മിണ്ടാതെ പോകണം. കാസിമി പറഞ്ഞ 3 വട്ടം മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. ഇത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ദിക്ർ ചൊല്ലിക്കോ, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോ, മയ്യത്തിനെ കുറിച്ച് ആലോചിച്ചോ, പരലോകത്തെക്കുറിച്ച് ഓർക്ക്, ഖബറിനെ കുറിച്ച് ചിന്തിക്ക്, അള്ളാഹിനോട് ദുആ ചെയ്യ്, വർത്തമാനം പറഞ്ഞു പോകല്ലേ. ഇതൊക്കെ കിതാബിലുള്ളതാണ്. ഇമാം നബവിയുടെ അൽ-അദ്കാർ ഈ പരിസരത്തുള്ള പള്ളിയിൽ ഉണ്ടാവും. അതിൽ പറയാണ്, അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോ സുക്കൂത്താണ് വേണ്ടത്. അതിനർത്ഥം ഉറക്കേന അല്ല. അതാ കിതാബിലുള്ളത്. നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത് മയ്യത്തിന്റെ കൂടെ പോകുമ്പോ. അപ്പൊ മനസ്സുകൊണ്ട് വേണമെങ്കിൽ ഓതാ കേട്ടോ. നിങ്ങൾ ദിക്ർ കൊണ്ട് ശബ്ദമുയർത്തരുത്. മനസ്സുകൊണ്ട് ദിക്റും ആ പ്രാർത്ഥനയ്ക്കായിട്ടാ പോവേണ്ടത്. ഖുർആനുമല്ല ദിക്റുമല്ല, വേറെ ഒന്നുകൊണ്ട് ശബ്ദമുയർത്തരുത്. മയ്യത്തിന്റെ കൂടെ വേഗം നടക്കണം, വേഗത്തിൽ പോവണം. പിന്നെ മൗനമായിട്ടാണ് പോവേണ്ടത്. അവിടെ വേറെ ബഹളങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് കിതാബ് പറഞ്ഞത്. അതാ ഞങ്ങൾ ചെയ്യുന്നത്. ഒരു മരിച്ചൊരു സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുമ്പോഴോ അത് ചെയ്യാത്തവർ തെറ്റായി ആളുകൾ മനസ്സിലാക്കുന്നു. ഒരു ഖുർആൻ ഓതണിന് എതിരാണ് എന്നാ ചിന്തിക്കുക. അങ്ങനെ ഒരു ശൈലി കൂട്ടരെ അള്ളാന്റെ റസൂൽ സഹാബത്തും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോ ദാ ഷാഫി മദ്ഹബ നമ്മളെ കേരളത്തിൽ കൂടുതലുള്ളത്. ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ തഫ്സീറാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ. അതിന് ഞാൻ ഒരായത്തിന്റെ ശറഹ് വായിക്കാം, കേട്ടോളൂ. ഒരൊറ്റായത്തിന്റെ വിശദീകരണം വായിക്കാം. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവൻ അധ്വാനിച്ചതേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന സൂറത്തുൽ ഹദീദിലെ ആയത്തിന്റെ വിശദീകരണം ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി ഇമാമിന്റെ ഖൗലായി എടുത്തുദ്ധരിക്കുകയാണ് കേട്ടോ. കേട്ടോളൂ എന്താ പറഞ്ഞത്. വമിൻ ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും വമനിത്തബഅഹു, ഇമാം ഷാഫിയെ പിന്തുടർന്നവരും അവലംബമാക്കുകയാണ്, തെളിവെടുക്കുകയാണ്. എന്തിന്? അന്നൽ ഖിറാഅത ലാ യസ്ലി ഹദാഉ സവാബിഹാ ഇലൽ മൗതാ ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ വലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ. സുബ്ഹാനല്ലാഹ്. എല്ലാം പറഞ്ഞു. അതില് എന്താ പറഞ്ഞത് കേട്ടോളൂ. ഈ ആയത്തിൽ നിന്ന് തെളിവെടുക്കുകയാണ്. അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ, ഖുർആൻ അങ്ങനെ ഇരുന്ന് ഓതിയാൽ അതിന്റെ പ്രതിഫലം മരിച്ച ഒരാൾക്ക് കിട്ടുകയില്ല. ഞാനല്ല പറഞ്ഞത്, ഞങ്ങളല്ല പറയുന്നത്, ഷാഫി മദ്ഹബാണ് പറയുന്നത്. എന്താ കാരണം? കാരണം പറഞ്ഞു തരികയാണ്. അതിന് കാരണം എന്താ? ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അതാ മരിച്ചു കിടക്കുന്ന ആളുടെ കസ്ബിൽ, അധ്വാനത്തിലോ പ്രവൃത്തിയിലോ പെട്ടതല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഒരു സുന്നത്ത് ഉമ്മതഹു, തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ, ഖണ്ഡിതമായ തെളിവ് കൊണ്ടോ സൂചനാപരമായ തെളിവ് കൊണ്ടോ ഉമ്മത്തിന് പ്രോത്സാഹനം കൊടുക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. വലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഇങ്ങനൊരു ഖുർആൻ പാരായണം ഉദ്ധരിച്ചു വന്നിട്ടില്ല. വലൗ കാന ഖൈറ, വല്ല ഖൈറും അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ നമ്മളെക്കാൾ അവർ മുൻകടക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു പോവുക. അതുകൊണ്ടാ ചെയ്യാത്തത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേക രീതി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വലാത്ത് വർദ്ധിപ്പിക്ക്, ദിക്ർ വർദ്ധിപ്പിക്ക്, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ധാരാളമായ സ്വലാത്ത് ചൊല്ല്.
കേട്ടോ. ഖുർആൻ അത് പറഞ്ഞതാണ്, നമ്മളോട് ചൊല്ലാൻ പറഞ്ഞതാണ്. എല്ലാവരും ചൊല്ലുക, ഖബർ സിയാറത്ത് നടത്തുക. ലക്ഷ്യം ഖബറിനെ കുറിച്ച് കാണുമ്പോൾ കേൾക്കുമ്പോൾ മരണബോധം ഉണ്ടാവലാണ്, പരലോക ചിന്ത ഉണ്ടാവലാണ്. മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട ആളുകളാ. ഇവിടെ സലഫി പള്ളിയുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഖുതുബ കേൾക്കാം. അവിടെ നിങ്ങളുടെ ഭാര്യമാരെയും കൂട്ടിപ്പോവാം, നിങ്ങളെ ഉമ്മമാരെ കൂട്ടിപ്പോകാം, നിങ്ങളെ മകളെ കൂട്ടിപ്പോകാം. നിർബന്ധമില്ല. അവർക്ക് വേണമെങ്കിൽ പോയി ആ പള്ളിയിൽ അവർക്ക് പ്രത്യേക ഒലുവെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഒലുവെടുക്കാനുള്ള പ്രത്യേക സൗകര്യം, പ്രത്യേക നിസ്കരിക്കാനുള്ള സൗകര്യം ഒക്കെ പള്ളിയിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താം. വാപ്പാന്റെ കൂടെ, ഭർത്താവിന്റെ കൂടെ, ആങ്ങളയുടെ കൂടെ, മകന്റെ കൂടെ ജുമഅക്ക് പോയിക്കോളൂ. നല്ലൊരു ഖുതുബ കേൾക്കൂ. ഒരു 20, 25, 30, 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഖുതുബ കേട്ടിട്ട് ആ ഒരാഴ്ചക്കാലത്തേക്കുള്ള മനസ്സിനുള്ള ഇന്ധനം നിറച്ച് വീട്ടിലേക്ക് മടങ്ങൂ. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു തന്നതാണ്. ഷാഫി മദ്ഹബിലും ആ വിഷയം അനുവദിച്ചു തന്നതാണ്. കേട്ടോളൂ, ഞാൻ വെറുതെ പറയല്ല. ഇമാം നബവി തന്നെ എടുത്തുദ്ധരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം ഇജ്മാഅ് പ്രഖ്യാപിക്കുകയാണ്. എന്താ പ്രഖ്യാപിക്കണം അറിയോ? അല അന്നഹ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ. ഒരു പെണ്ണ് ജുമുഅക്ക് വന്നാൽ അവളുടെ ജുമുഅ അനുവദനീയമാണ്. ആരാ പറയണത്? ഷാഫി മദ്ഹബ്. ആരാ ഉദ്ധരിക്കുന്നത്? ഇമാം നബവി. പോരാ, എന്തുകൊണ്ടാണ് ഒരു പെണ്ണ് ജുമുഅക്ക് വന്നാൽ അവളുടെ ജുമുഅ സ്വഹീഹാകും, അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? കൃത്യമായി കേട്ടോളൂ. വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീല. കൃത്യമായ, ഋജുവായ, നേരായ, ചൊവ്വായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ബലവത്തായ, ഉറപ്പുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്താ വന്നത്? മുത്തുനബിയുടെ പിറകിൽ അവിടുത്തെ സ്ത്രീകൾ നിസ്കരിക്കുമായിരുന്നു. ഫീ മസ്ജിദിഹി, മുത്തുനബിയുടെ റസൂലുള്ളാന്റെ പള്ളിയിൽ, ഖൽഫർ റിജാൽ, പുരുഷന്മാരുടെ പിറകിൽ. അപ്പൊ രേഖണ്ട് 150ലധികം ഹദീസ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നതിന്റെ തെളിവാ. 150ലധികം ഹദീസ്. ഞങ്ങൾ ആരെയും പള്ളിക്ക് വലിച്ചുകൊണ്ടോണില്ല. ഒരു പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുക, എനിക്ക് പള്ളിയിൽ പോകണം, കല്യാണം കഴിഞ്ഞിട്ടില്ല, വാപ്പാനോട് പറയാ എനിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാന്റെ പള്ളിയെ തൊട്ട് സ്ത്രീകൾക്ക് തടയാൻ പാടില്ല. നിങ്ങൾ ആ ഫറോക്ക് തിരുത്തിയാട് ഭാഗത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അവിടെ മുജാഹിദുകൾ തിങ്ങി പാർക്കുന്ന സ്ഥല. അവിടെ കൊണ്ടുപോയിട്ട് കേട്ടോ ഒരു വിഭാഗം ആളുകൾ പള്ളി ഉണ്ടാക്കി. ആ പള്ളിന്റെ ഉദ്ഘാടനത്തിന് അറബി വന്നു, അറബിന്റെ കൂടെ അറബിച്ചും വന്നു. പള്ളിക്ക് കയറി സുഖമായിട്ട് നിസ്കരിച്ചു. അപ്പൊ നമ്മൾ ആ പ്രദേശത്ത് പ്രസംഗിച്ചു. അപ്പൊ അറബിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് യൂട്യൂബിലൊന്നുമില്ല. അവിടുത്തെ സാധാരണ ദർസ് പഠിക്കണ ഉസ്താദുമാര് കുട്ടികൾ പറഞ്ഞത് അത് ദൂരത്ത് നിന്നല്ലേന്നാ, വന്നതല്ലേന്ന്. അപ്പൊ അങ്ങനെ ദൂരത്തുനിന്ന് വന്നാൽ കയറാൻ പറ്റുന്ന ഹദീസ് എവിടെയാണ്? ദൂരത്തുനിന്ന് വന്ന പെണ്ണിന് പള്ളി കയറി നിസ്കരിക്കാം ഉണ്ടോ? അപ്പൊ എന്തിനാ സുഹൃത്തുക്കളെ ഈ വാശി പിടിക്കണത്? ആരും നിർബന്ധിക്കണില്ല. ആടെ പോയി ഒരിക്കൽ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടോ? പോയി നിസ്കരിക്കുക. ആരെ കൂടെ പോണത്? എന്നാ നിങ്ങള് റോഡില് നബിദിനാഘോഷം പോവുകയാണ്, മാക്സി ഇട്ട് വന്ന് നിൽക്കും. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, എന്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. പർദ്ദ പോലും ഉണ്ടാവില്ല, മാക്സിയും ഷാളൊക്കെ ഇട്ടിട്ട് എല്ലാവരും റോഡിൽ ഇറങ്ങിക്കുക, അല്ലെങ്കിൽ മതിലിന്റെ അടുത്ത് വന്ന് നിൽക്കുക. എന്തിന്? ജാഥ കാണാൻ. അതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി ജയിച്ച വോട്ടിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നു നിൽക്കും. മനസ്സിലായില്ലേ? ഓട്ടോറിക്ഷയിൽ പോകൂലേ? പോകും. മാർക്കറ്റ് പോകൂലേ? പോകും. പച്ചക്കറി വാങ്ങാൻ പോവോ? മീൻ വാങ്ങാൻ പോവോ? ഇറച്ചി വാങ്ങാൻ പോവോ? സ്കൂളിൽ പോണില്ലേ? കോളേജിൽ പോണില്ലേ? എല്ലാ സ്ഥലത്തേക്കും പോവാ. പിന്നെ ഭർത്താവിന്റെ കൂടെ, വാപ്പാന്റെ കൂടെ, മകന്റെ കൂടെ പള്ളിയിൽ പോയാൽ പറ്റൂല. പെണ്ണുങ്ങൾക്ക് ഫിത്തനുണ്ടോ? ഒരു പുറത്തിറങ്ങിയ പ്രശ്നമുണ്ടോ? എവിടേക്കും പോവരുത്. ഒലിക്ക് വീടിന്റെ ഉള്ളാണ് നല്ലത്, തർക്കമില്ലാന്ന്. പ്രശ്നമുണ്ടോ സ്ത്രീകൾ പുറത്തിറങ്ങണത്? അവരെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ 150ലധികം ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഞാൻ വായിച്ച് കേൾപ്പിക്കുക, കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി പറയാ, ഉദ്ധരിക്കുക, കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു, യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി. പണ്ഡിതന്മാരങ്ങനെ സാധാരണ സ്ത്രീകളോടൊക്കെ ചോദിക്കുക, ഈ സലഫികൾ മുജാഹിദുകള് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാന്നൊക്കെ വേണ്ടിയിട്ട് നിങ്ങളാരും പോകാൻ നിൽക്കണ്ട. കാരണം ആയിഷ ബീവി പോയതിന്റെ തെളിവ് എവിടെ? ഹഫ്സ ബീവി പോയതിന്റെ തെളിവ് എവിടെ എന്നൊക്കെ ചോദിക്കും. എന്നാ ആയിഷ ബീവി പറയണേ,
മുഅ്മിനാത്തുകളായ സ്ത്രീകൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി നബിയുടെ കൂടെ ഹാജരാകുമായിരുന്നു. എങ്ങനെ അവർ വരിക എന്നറിയോ? പള്ളിക്ക് മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه. മൂടി പുതച്ചിട്ടാണ് അവർ വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ, പിന്നെ കുറെ സമയം ഇരിക്കൊന്നുമില്ല, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ പണ്ഡിതന്മാരെന്താ പറഞ്ഞു കൊടുക്കണ അറിയോ? ആ ഹദീസൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം ആയിഷ ബീവി ഉദ്ധരിക്കണതാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കണാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കണാണ്. അപ്പൊ പിന്നെ അതിനെ നിഷേധിക്കാൻ പറ്റൂല, ഇല്ലാരാൻ പറ്റൂല. അപ്പൊ എന്താ പറയാ? ഹദീസൊക്കെ ഉണ്ട്, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നിങ്ങൾ വിചാരിക്കണ്ട. നമ്മളെ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ അങ്ങനെ പറയല്ലേ, ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ വിചാരിക്കണ്ട, ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയ പോലെ അല്ല. പിന്നെന്താ? അത് വീട്ടിന്റെ ഉള്ളില് ഒരു റൂമിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചാ പറയണത്. അപ്പൊ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓല വീട്ടിക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞതോ? അത് മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക്? ഒന്ന് വിശദീകരിച്ചേരി. ഈ ഹദീസിൽ പറയണേ ഹീന യഖ്ളീന സ്വലാ ثم ينقلبن الى بيوتهن حين يقضين الصلاه. നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ ഇന്ന് തന്നെ നമ്മള് നല്ല 4 ബെഡ്റൂം 5 ബെഡ്റൂം ഒക്കെ ഉള്ള വീടാണെങ്കിലും അതിലൊരു നിസ്കരിക്കാനുള്ള റൂം ഉണ്ടെങ്കിൽ തന്നെ അവിടുന്ന് ഇറങ്ങിയാല് ബാപ്പാനോട് കുട്ടി ചോദിച്ചു, ഉമ്മ എവിടെയാണ്? ഉമ്മ നിസ്കാരം കഴിഞ്ഞ് പെരേക്ക് പോയി എന്നാ തോന്നുന്നു. അടുക്കളയിൽ പോയി നോക്ക്, അറിയലുണ്ടോ? അന്ന് ഈത്തപ്പനോല കൊണ്ട് മറിച്ചുണ്ടാക്കിയ വീടാ. എന്നിട്ടാ പറയണത് അല്ലേ, അവരവരുടെ വീടുകളിലേക്ക് നിസ്കാരം കഴിഞ്ഞാൽ മടങ്ങിപ്പോകും. ഞാൻ അടുത്ത പോയിന്റ് കൂടി കേട്ടോ, ഹദീസ് തന്നെ, ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്. ഇരുട്ടുകൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. വീട്ടിൻ്റെ ഉള്ളിൽ ആരാണ്ടാവുക? ഓളെ ഭർത്താവ്. ഇരുട്ടത്തോള് സുബഹി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ആരാണാ പോണത് മനസ്സിലാവണില്ല. നിസ്കാരം കഴിഞ്ഞ് പെരേക്ക് പോണ ആളാരാ ചോദിക്കോ? നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് ഈ നേരായ ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കണ, ഇമാം മുസ്ലിം ഉദ്ധരിക്കണതാ. അപ്പൊ സ്ത്രീകൾക്ക് പള്ളിക്ക് പോവാം. നമ്മുടെ ബഹുമാന്യനായ പേരോട് ഉസ്താദ് കേട്ടോ, അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹം പ്രായമുള്ള ഒരാളാണ്, നല്ല പഠിപ്പുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ട് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? പേരോട് ഉസ്താദ് പറഞ്ഞത്, ചില ആളുകൾ ചോദിക്കും മക്കത്ത് മദീനത്തൊക്കെ സ്ത്രീകൾ വരുന്നില്ലേന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കത്ത് 4 അല്ല 40 അല്ല 400 അല്ല 4000 അല്ല 40,000 അല്ല, ധാരാളം ആളുകൾ വരാറുണ്ട്. അവരാരും നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല. പേരോട് ഉസ്താദ് പറയാ, എല്ലാരും തവാഫിന് വേണ്ടി വന്നതാ. തവാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ബാങ്ക് കൊടുത്തു, തവാഫ് നിർത്താറില്ല. പിന്നെയും മുന്നോട്ട് പോയപ്പോ ഇഖാമത്ത് കൊടുത്തു. അപ്പൊ എല്ലാവരും സ്വഫ് കെട്ടി വേഗം നിസ്കരിക്കാൻ വേണ്ടി റെഡിയായി നിന്നു. അപ്പൊ സ്ത്രീകളോട് പറഞ്ഞു, സ്ത്രീകളെ, തവാഫിന് വേണ്ടി വന്ന സ്ത്രീകളെ ബാക്കിലേക്ക് പോ, പിറകിലേക്ക് പോ. അങ്ങനെ സ്ത്രീകളൊക്കെ ബാക്കിലേക്ക് പോയി. മക്കത്ത് അങ്ങനെ പോയി, സ്ത്രീകള് ബാക്കിൽ നിന്നു. നിസ്കാരം തുടങ്ങി. അപ്പോ ബാക്കിലേക്ക് തവാഫിന് വേണ്ടി വന്ന സ്ത്രീകൾ, ബാക്കിൽ നിൽക്കുന്ന സ്ത്രീകള് നിസ്കാരം തുടങ്ങിയപ്പോ നിസ്കാരത്തിൽ കൂടി. അവരാരും നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, പിന്നെ നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുത്തതാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നിസ്കരിച്ചോ ഇല്ലേന്നാ? ഉത്തരം എന്താ? ഇവരാരും നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുത്തതാണ്. എന്താണ് ഉസ്താദ് പറഞ്ഞത്? അപ്പൊ മക്കത്ത് നിസ്കരിക്കുന്നുണ്ടോന്നാ ഇല്ലേന്നാ പറഞ്ഞ ഉത്തരം? ഉണ്ട്, പക്ഷെ നിസ്കരിക്കാൻ വന്നതല്ല. അപ്പൊ ഈ കടമ്പടിപ്പുറത്തേക്ക് കുറച്ച് സ്ത്രീകള് മഗ്‌രിബിന്റെ തൊട്ടടുത്ത സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് വന്ന് പെട്ടെന്ന് ബാങ്ക് കൊടുത്തു. പെട്ടെന്ന് വരേക്ക് എത്തൂല, കുറച്ച് നടക്കാനുണ്ട്. എന്തോ അത്യാവശ്യം ഒരു കുട്ടിക്കെന്തോ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇവിടുത്തെ പള്ളിയിൽ കയറി നിസ്കരിക്കാം, കാരണം വന്നത് മരുന്ന് വാങ്ങാനാണ്. അപ്പൊ നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുത്തതാണ്. പറ്റുമോ? ഞാൻ ചോദിക്കുക, നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വളഞ്ഞു മൂക്ക് കുടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്ക് പോകാം, അതിന് അവർക്ക് പ്രത്യേക സൗകര്യമുണ്ട്. അവർക്ക് അവിടെ പോയി നമസ്കരിക്കാം. അള്ളാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കുറേ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി. ഞാൻ 9:30 അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്ന നിങ്ങളോട് പറയാം, ഇതൊരു വാശിയല്ല. ഇവിടെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളുടെ മുമ്പിൽ ഈ കടമ്പടിപ്പുറത്ത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സമ്മേളനം വെച്ചത് ആരെയും വേദനിപ്പിക്കാനും ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. നമുക്കൊക്കെ മരിക്കണം. മരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. ഏറ്റവും ഗൗരവമുള്ള ശിർക്ക് നമ്മളിൽ വന്നു പോകരുത്. പള്ളിക്ക് പോവാതിരിക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. വേണ്ടെങ്കിൽ വേണ്ട, വീട്ടിൽ നിസ്കരിച്ചോളി, കുഴപ്പമില്ല. പക്ഷേ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. ഒരു കൈനോട്ടക്കാരൻ്റെ മുമ്പിൽ നമ്മളെ കൈനീട്ടി കൊടുക്കരുത്. ഒരു ജ്യോത്സ്യന്റെ മുമ്പിൽ കാസർഗോഡ് ഞങ്ങൾ പോയി പ്രസംഗിച്ചു കേട്ടോ, പൂച്ചക്കാട് കാഞ്ഞങ്ങാടപ്പുറം. എന്താ പ്രശ്നം അറിയോ?
നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. 500-ലധികം പവൻ ഒരു മനുഷ്യന് 30-40 വയസ്സിനിടയിലുള്ള ജിന്നുമ്മാന്റെ കൈ കൊടുത്തു. എന്തിനാ കൊടുത്തറിയോ? ഇരട്ടിപ്പിച്ച് കിട്ടും. അത് ചിന്തിക്കണുണ്ടോ? എന്ന് 100 കൊല്ലം മുമ്പത്തെ കഥയല്ല, 2024 എന്തിനാ കൊടുത്തത്? അയാളുടെ ഭാര്യന്റെ സ്വർണം അയാളുടെ കയ്യിലുള്ളത് കുടുംബത്തിൽപ്പെട്ടവരുടെ വാങ്ങിയിട്ട് 30-40 വയസ്സിനിടയിലുള്ള ഒരു ജിന്നുമ്മണ്ട് അവിടെ, ഓളെ കൈ കൊടുത്തു. എന്തിനാണ്? ജിന്നുമ്മ എന്താ പറഞ്ഞത്? നിങ്ങളെ എത്ര സ്വർണ്ണം ഉണ്ടെങ്കിൽ കൊടുന്നോളി, ഇത്ര ദിവസം കഴിഞ്ഞാൽ 100 തന്ന 200 പവൻ തിരിച്ച് ഇരട്ടിയാവുമല്ലോ, ഇവിടെ വെച്ചാൽ മതി. അങ്ങനെ ഈ നല്ല വ്യാപാര രംഗത്ത്, വ്യവസായ രംഗത്തുള്ള ഒരു വലിയ മനുഷ്യൻ, സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യൻ 500 പവനിലധികം സ്വർണം ജിന്നുമ്മാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ജിന്നുമ്മയും സിൽബന്തികളൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്ന് ഇയാൾ സമയം കഴിഞ്ഞ് പോയി, എന്താ തരാത്തത്? അതിന് ഒരു പൂജ്യം കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞാലേ ഇരട്ടിയാവുള്ളൂ. അത് നിങ്ങളെ വീട്ടിൽ നിന്ന് ചെയ്യണം, പക്ഷെ ഒറ്റക്കാവണം. നിങ്ങളാരും നിങ്ങളെ ഭാര്യ പോലും വീട്ടിലുണ്ടാവരുത്, മക്കളുണ്ടാവരുത്, ഒറ്റക്കിരിക്കണം. നിങ്ങൾ ഒരു പൂജ്യം കൂട്ടിയിട്ട് ലാസ്റ്റ് പൂജ. പിന്നെ നിങ്ങൾക്ക് പൂജ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ പറഞ്ഞേക്കാൻ പോവാ ഞങ്ങള്. മനസ്സിലായില്ലേ? അതുപോലെ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇയാള് വീട്ടിൽ ഒറ്റക്കിരുന്നു, ഭാര്യനെയും കുട്ടികളെയും ആരും വീട്ടിലില്ല. ജിന്നുമ്മ വന്നു, ജിന്നുമ്മന്റെ കൂടെയുള്ള ആൾക്കാരും വന്നു. ഈ മനുഷ്യനെ കൊന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അയാൾ മരിച്ചു കേട്ടോ. അത് കേസാണ്, കോടതിയിൽ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മളതിൽ ഇടപെട്ടിട്ട് ആ കേസിന്റെ കാര്യം നമുക്കറിയില്ല. പക്ഷെ എല്ലാ അയൽവാസികളും നാട്ടുകാരൊക്കെ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നതും ഈ പൂജ നടത്തിയ എന്തിനാണ്? ഇയാളെ കൊല്ലാനാ. അയാൾ മരിച്ചു, അതിനാ വീട്ടിൽ ആരും ഉണ്ടാവരുത് പറഞ്ഞ്. എന്നാ നടക്കുന്നത്? അവിടെ നമ്മൾ പോയി പ്രസംഗിച്ചു. അവിടുത്തെ ആളുകൾ പറഞ്ഞു ഇവിടെ പ്രസംഗം നടത്താൻ പറ്റൂല, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസംഗിച്ചു. അപ്പോൾ കുറേ ആളുകൾക്ക് സത്യമാണ് എന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ജ്യോത്സ്യനെയോ ഒരു സിദ്ധനെയോ അല്ലെങ്കിൽ ഒരു സാഹിറിനെയോ നിങ്ങൾ സമീപിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ നബിക്കിറക്കപ്പെട്ടതിൽ അവിശ്വസിച്ചു എന്നാ പറഞ്ഞ്. അതുകൊണ്ട് ജ്യോത്സ്യന്റെ മുമ്പിൽ, കൈനോട്ടക്കാരന്റെ മുമ്പിൽ കേട്ടോ, മുമ്പൊക്കെ തത്തനെയും പിടിച്ച് വരലുണ്ട്, അതൊക്കെ അപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇവിടെയൊക്കെ കുറഞ്ഞില്ലേ? ഇല്ലല്ലോ. കൈ നോക്കാനുണ്ടോന്ന് ചോദിച്ചു വരും. ആ ഉമ്മാന്റെ മുഖം കണ്ടിട്ട് കുറേ പറയാനുണ്ട്, എന്നാ ചോദിക്കും പട്ടിയുണ്ടോ അവിടെ? ഓല പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും പറയാൻ വരിക, ഗേറ്റിന് വന്നിട്ട് കയറൂല. പട്ടിയുണ്ടോ? ഇല്ലാർന്നാ വരിക. അപ്പോ കഴിഞ്ഞതും പറയാൻ വരുന്ന ആളാണ്, ഇപ്പൊ നടക്കുന്നതും പറയാൻ വരുന്ന ആളാ, ഇനി വരാൻ പോണതും പറയും. ഈ വീട്ടിൽ പട്ടിയുണ്ടോന്ന് അറിയില്ല, അത് വീട്ടുകാർ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് മനുഷ്യർക്ക് ബോധം വെക്കുന്നുണ്ടോ? ഈ ജാറത്തിന്റെ മുന്നിൽ വെച്ച പെട്ടിയിൽ നിങ്ങൾ പൈസ ഇട്ട, നിങ്ങൾ കളഞ്ഞുപോയ പൈസ തിരിച്ചിട്ടെന്നാ പറയാ. ആ പെട്ടി തന്നെ റമദാൻ ലാസ്റ്റ് കള്ളം കൊണ്ടുപോയി. അപ്പൊ കമ്മിറ്റി പോലീസിലൊരു പരാതി, ഞങ്ങളെ പെട്ടിയും ഒക്കെ പോയിട്ടുണ്ട്, ഭയങ്കര സംഖ്യ ഉണ്ട്. നാട്ടുകാരത് പോയാൽ ഈ പെട്ടിയിൽ ഇട്ടാ തിരിച്ചിട്ടു, കമ്മിറ്റിൻ്റെത് പോയാലോ പോലീസ് കണ്ടെടുക്കണം. എന്നാ ചിന്തിക്കുന്നുണ്ടോ മനുഷ്യന്മാര്? ഉണ്ടോ? ചിന്തിക്കൂല. പിന്നെ അടുത്ത പെട്ടി വെച്ചാൽ പിന്നെ ഇടാൻ ആളുണ്ടാവും. അതുകൊണ്ട് ചിന്തിക്കണം എന്നാണ് ഈ പറഞ്ഞത്. ഇതാരും പരിഹസിക്കാൻ വേണ്ടി പറയല്ല. ഇങ്ങനെ പറഞ്ഞാലേ ചില ആൾക്കാർ ചിന്തിക്കുക. എന്നെ കാസർഗോഡ് ജില്ലയിൽ പൂവൽ എന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ കോഴിമുട്ടോണ്ട് എറിഞ്ഞ 2 ചങ്ങാതിമാര്, നമ്മൾ ആരെ ആക്ഷേപിച്ചു? ഒരു വ്യക്തിഹത്യ നമ്മൾ പ്രസംഗത്തിൽ നടത്തലില്ല. അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തു, അവരെറിഞ്ഞു. പിന്നീട് അവിടെ ഹുത്തുബക്ക് പോയപ്പോൾ, അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബോബിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിൽ ഹുത്തുബക്ക് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല, നിങ്ങൾ അന്ന് കോഴിമുട്ടോണ്ട് എറിഞ്ഞ ആളാണ്. സത്യം മനസ്സിലായില്ലേ? സത്യം മനസ്സിലായി. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇഞ്ഞു എറിഞ്ഞോളി. ഒരാൾക്ക് ഹക്ക് മനസ്സിലായാൽ മതി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുൻധാരണകളെ മാറ്റിവെക്കുക, ഒന്ന് പഠിക്കുക. നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല ഖബറിൽ, നമ്മൾ ഒറ്റക്ക. അവിടെ റബ്ബുക്കെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മറുപടി പറയാനുള്ളത് ആരും ഉണ്ടാവില്ല. ഉസ്താദ് ഖബറിന്റെ അടുത്തിരുന്നിട്ട് എൻ്റെ ഭാര്യന്റെ അമ്മായി മരിച്ചു, ഭാര്യന്റെ അമ്മായി. അപ്പോ ഞാനിങ്ങനെ ആ മയ്യത്തസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് ഖബറിന്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഖബർക്ക് ഇറക്കണില്ല. നിന്റെ ഭാര്യന്റെ അമ്മായി ഞാൻ നേർക്ക് നേരെ കണ്ടുകൊണ്ട് കണ്ട കാര്യം അവരുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, എന്താ പിന്നെ ഖബറിലേക്ക് ഇറക്കാത്തെന്ന് ചോദിച്ചു. മിന്നാട്ടി മിണ്ടാണ്ടാന്ന്, നമുക്കവിടെ വോയിസ് ഇല്ലാന്ന് അർത്ഥം. ആയിക്കോട്ടെ. അപ്പം അങ്ങനെ കാത്തുന്നപ്പോൾ എന്താ അറിയോ, ഉസ്താദ് ഇങ്ങനെ വരുന്നുണ്ട് പള്ളിയിൽ നിന്ന്. എല്ലാവരും ഇങ്ങനെ കാത്തിക്കുക. ഉസ്താദ് വന്ന് പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തു. ആ പേപ്പർ മയ്യത്തിന്റെ തുണിയിൽ വെച്ച് ഒരു ഈള് കൊണ്ടട ഇങ്ങനെ കുത്തിവെച്ച്.
അപ്പൊ ഇങ്ങനെ എത്തി വലിഞ്ഞ് എന്താ നോക്കിയപ്പോ ചോദ്യം ആൻസറാണ് ഖബറിൽ ചോദിക്കണേ. നിഷേധിക്കോ? നിഷേധിക്കാൻ പറ്റുമോ? എന്താണ് ഖബറിൽ ചോദിക്കണ ചോദ്യം? ആരാ നിന്റെ റബ്ബ്? അതിന് ഉത്തരം മനസ്സിലായില്ലേ? ഒരു SSLC പരീക്ഷന്റെ പേപ്പർ പിന്നെ കോപ്പി അടിച്ച പ്രശ്ന. ഇത് ഖബറിൽ അള്ള മലക്കിനെ വിട്ട് ചോദിക്കാനുള്ള ചോദ്യവും ഉത്തരം ഖബർക്ക് ഇറക്കി കൊടുക്കുക. ഒരു കുട്ടി ചോദിക്കണ്ടോ ഇത് എവിടുന്നാ കിട്ടിയത്, ഇത് എന്താ അങ്ങനെ, മുമ്പ് ഇവിടെ ഇല്ലല്ലോ, എന്താ ഉസ്താദ് ഈ ഏർപ്പാട് ചോദിക്കുവോ? ഇല്ല, ചോദ്യമല്ല. കാരണം കുരുത്തക്കേട് ഇട്ടും. സുഹൃത്തുക്കളെ, ഇതല്ല ദീന്. അള്ളാഹു അയാൾക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. തെറ്റാണെന്ന് പറയാനുള്ള മനസ്സുണ്ടാക്കി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ദീനല്ല. അപ്പൊ ദീനായി പഠിക്കുക, അതിന്റെ അപ്പുറമുള്ളത് മാറ്റിവെക്കുക. കാരണം നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ആ ഖബറിൽ നമ്മൾ ഒറ്റക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കെന്താ അറിയോ? നമ്മൾ ഖബറിൽ ഒറ്റക്ക. എടക്കരന്റെ പരിസരത്ത്, എന്റെ നാടിന്റെ പരിസരത്താ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിൽ അന്ന് ചെറിയൊരു ഉരുൾപൊട്ടല. ലോക മാപ്പിൽ അടയാളപ്പെടുത്തുമ്പോൾ ഒരു കടുകിട്ട് അടയാളപ്പെടുത്താൻ വലിപ്പല്ല, ചെറുതാണ്. ആ ചൂരൽമലയിൽ ഉണ്ടായ ചെറിയൊരു 2.5 മണിക്കുണ്ടായ ശബ്ദം കുറെ വീടുകൾ പൊളിഞ്ഞു, കുറെ ആളുകൾ മരിച്ചു. അതിനെ ചെറുതായി കാണല്ല കേട്ടോ, ലോക മാപ്പിൽ അടയാളപ്പെടുത്തുമ്പോൾ ചെറുതാണ്. എത്രയോ മനുഷ്യന്മാര് മരിച്ചു. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. 200 ചില്ലാൻ മയ്യത്ത് ഞങ്ങളെ നാട്ടിൽ നിന്നാ പിടിക്കുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? റോഡിൽ പോവുകയാണെങ്കിൽ 89 കിലോമീറ്റർ ഉണ്ട് ഇടക്കരന്ന്. ഒടേ കൂടി തന്നെ കയറി പോവുകയാണെങ്കിൽ 30-35 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ട് മയ്യത്ത് എടുക്കുന്നത് 250-ലധികം മയ്യത്ത് ചാലിയാറിന്റെ എടക്കര, ചുങ്കത്തറ, മുണ്ടേരിയുടെ പരിസരത്ത് നിന്നാണ് എടുക്കുന്നത്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. മനുഷ്യ, എപ്പോൾ മരിക്കുമെന്ന് പറയാൻ നിനക്ക് കഴിയില്ല. എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ യാത്ര ചെയ്തു, രാവിലെ ഇറങ്ങിയതാ, തൃശ്ശൂരിൽ പോയി അല്ലേ, ഈ ഷർട്ട് ഞാനിട്ടതാ, വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാനും കൂടെ ഒരാളുണ്ട്. വീട്ടിൽ തിരിച്ചെത്തുമെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഷർട്ട് എൻ്റെ കൈ കൊണ്ട് അയച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ അണിഞ്ഞ ഷർട്ട് ചിലപ്പോൾ നമുക്ക് അയക്കാൻ പറ്റൂല. അത്ര കേട്ടോ ദുർബലരാണ് നമ്മൾ. ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാനൊരു ക്ലാസ് പോലെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, ഒരു പൊതു പ്രസംഗ ശൈലിയിലല്ല നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഒന്നാമത് എനിക്ക് ശാരീരികമായി ചില പ്രശ്നമുണ്ട്. ഞാനൊരു ക്ലാസ് പോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എൻ്റെ വാക്കിൽ അബദ്ധമുണ്ടെങ്കിൽ, അബദ്ധം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും അധികപ്പറ്റായി ഞാൻ പറഞ്ഞ ഇബാറത്തിലോ ഹദീസിലോ ആയത്തിലോ എന്തെങ്കിലും അക്ഷരങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലാതെ അതില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വാക്കിൽ മനുഷ്യരല്ലേ, എന്തെങ്കിലും അധികപ്പറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതാരെയും ഭയപ്പെട്ടിട്ടല്ല, പരലോകത്തെ ഭയപ്പെട്ടിട്ടാ, അള്ളാഹുവിനെ പേടിച്ചിട്ടാ. നമുക്ക് മരിക്കണം, ഈ ലോകം വിട്ടു പോകും. 1 സെക്കൻഡിൽ 3 ആളാ ലോകത്ത് മരിക്കണേ. 1 സെക്കൻഡിൽ. ഞാനിവിടെ 1.25 മണിക്കൂർ സംസാരിച്ചു. എത്ര ആൾ മരിച്ചു? 1 സെക്കൻഡിൽ 3 ആള്. 1 മിനിറ്റിൽ പ്രിയപ്പെട്ടവരെ 180 ആള് മരിക്കുന്നുണ്ട്. 10 മിനിറ്റിൽ 1800 ആള് മരിച്ചു കേട്ടോ. 10 മിനിറ്റിൽ 1800 ആള് മരിച്ചു. 100 മിനിറ്റിൽ 18,000 ആള് മരിച്ചു. ഈ പ്രസംഗം 100 മിനിറ്റിലൊക്കെ കഴിഞ്ഞു പോയില്ലേ? അല്ലേ? 100 മിനിറ്റായി, 1.25 മണിക്കൂറായില്ലേ? 18,000 ആള് ലോകത്തുനിന്ന് മരിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ഈ സംസാരം തുടങ്ങിയതിന് ശേഷം നമ്മുടെ ചെരുപ്പിന്റെ വാറ് ശരീരത്തിലേക്ക് എങ്ങനെ ചേർന്ന് കിടക്കുന്നോ അതുപോലെ നമ്മുടെ മരണം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണം രുചിക്കാതെ ഒരാളും പോവില്ല. അതൊക്കെ നമ്മളൊക്കെ അനുഭവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഉസ്താദുമാരെ, ഈ നാട്ടിലെ പണ്ഡിതന്മാരെ, ഈ നാട്ടിലെ സമസ്തയിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ, നിങ്ങൾ വിഷയങ്ങൾ പഠിക്കൂ. പണ്ഡിതന്മാരെ, നിങ്ങൾ പഠിച്ചത് ആളുകളോട് പറഞ്ഞു കൊടുക്കൂ. ആളുകൾ ഒരിക്കലും ഷിർക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ആളുകൾ ഒരിക്കലും നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകരുത്. ഒരു 2 മണിക്കൂർ സംസാരിക്കുമ്പോൾ അള്ളാന്റെ ഖുർആൻ എടുത്ത്, ഹദീസ് എടുത്ത്, ചരിത്ര സംഭവങ്ങൾ എടുത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കി. വെറുതെ ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി തോന്നിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ വേറെന്ത് പറയാനാ? CM-നെ കണ്ടോർക്ക് സ്വർഗം, അള്ളാഹു പറഞ്ഞാക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. CM-നെ കണ്ടോർക്ക് സ്വർഗം, നബിനെ കണ്ടോർക്ക് സ്വർഗമല്ല. എന്നിട്ടല്ലേ പിന്നെ CM-നെ ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കണ്ടോ?
CM കണ്ടോർക്ക് സ്വർഗം ഉണ്ടെന്നാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടുമോ? കിട്ടൂല. അവിടെ കെട്ടുകഥകളിലേക്ക് പോകാതെ ദീനായി പറയാൻ ശ്രമിക്കുക, കുടുംബമായിട്ട് ജീവിക്കുക. ആ കുടുംബത്തിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കല്യാണം വേണ്ടാന്ന് പറയാണ്. ആണും ആണും തമ്മിൽ കല്യാണം നടക്കുക, പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം നടക്കുക. കല്യാണം വേണ്ടാന്ന് വേണ പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കല്യാണത്തിന് ദൂർത്തടിക്കുകയാണ്. കൊറോണ വന്നിട്ട് നമ്മളെ മൂക്കും ചുണ്ടൊക്കെ മൂടിക്കെട്ടി എല്ലാവരും മാസ്ക് ഇട്ട് നടന്നത് ഓർമ്മയില്ലേ? ബാപ്പ മരിച്ചപ്പോ കുടുംബത്തിലെ 10 ആൾക്ക് പോലും ഒരുമിച്ച് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് പെണ്ണ് കാണാൻ പോണതോ? ചിന്തിക്കണ്ട. ഇപ്പോ കൊറോണ ഒക്കെ മറന്നു, പെണ്ണ് കാണാൻ പോവുക. എളാപ്പാന്റെ മോള്, മൂത്താപ്പാന്റെ മോള്, അമ്മോന്റെ മോള്, ഓലെ കുട്ടികള് എല്ലാവരും ഒരാളെ കയ്യിൽ താജ്മഹലിന്റെ ആകൃതിയിൽ മിഠായി, ഒരാൾ കുത്തബ്മിനാറിന്റെ ആകൃതിയിൽ മിഠായി, ഗുഡ്സിൽ വേറെ. ആ തോന്നിയാസം അരങ്ങേറുകയാണ്. എന്തൊക്കെയാണ്? ക്രെയിൻ ഉപയോഗിച്ചിട്ട്, കണ്ടില്ല നിങ്ങൾ? ക്രെയിൻ ഉപയോഗിച്ചിട്ട് താഴ്ത്തി കൊടുക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങിന്റെ ആകൃതിയിൽ ചോക്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക, ബുർജ് ഖലീഫന്റെ ആകൃതിയിൽ. എന്നിട്ട് ക്രെയിൻ ഇങ്ങനെ താത്തി കൊടുക്കുക. ഇതൊക്കെയാണ് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ രാജി പറഞ്ഞ് ഈ നാട്ടിലെ യുവാക്കളോട് ഞാൻ പറയാണ്, അവിടെയാണ് നിങ്ങളെ പവർ കാണിക്കേണ്ടത് കേട്ടോ. അവിടെ ലീഗ്, കോൺഗ്രസ്, CPM അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ നാട്ടിലൊരു അനാചാരം നടക്കുമ്പോൾ, തോന്നിയാസ് നടക്കുമ്പോൾ, കല്യാണത്തിന്റെ പേരും പറഞ്ഞ് പടക്കം പൊട്ടിച്ച് എറിഞ്ഞ് തീർക്കുമ്പോൾ, ആ വരന്റെ വീട് പോയിട്ട് ഒച്ചയും പുളിയും ബഹളം ഉണ്ടാക്കുമ്പോൾ, പെണ്ണിന്റെ വീട്ടിൽ കയറി അപമര്യാദയായി പെരുമാറുമ്പോൾ, അവിടെയാണ് നിങ്ങളെ മീശന്റെ പവറൊക്കെ കാണേണ്ടത്. അവിടെ എണീറ്റ് നിൽക്കണം, സമ്മതിക്കൂല എന്ന് പറയാൻ, ആണത്തം കാണിക്കണം. അവിടെ നിന്നുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പവർ കാണിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവിടെ സംസാരിക്കണം, തിന്മയോട് രാജി പറയണം, തിന്മയെ എതിർക്കണം. കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നവർ കൈകൊണ്ട് തടുക്കണം, നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന സ്ഥലത്ത് പറയണം, മനസ്സുകൊണ്ടെങ്കിലും വെറുത്തു മാറി നിൽക്കണം. ഈമാൻ. അതാണ് പ്രിയപ്പെട്ടവരെ ഈമാനിന്റെ ചെറിയ വശമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി പോകുന്ന ഉന്നതമായ സ്വർഗത്തിൽ അള്ളാഹു നമുക്കും ഇടം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ രോഗികളുണ്ട്, നീ ശമനം കൊടുക്കണേ അല്ലാ. ഫലസ്തീനിന്റെ മണ്ണിൽ വെടിനിർത്തി എന്ന് പറയും, വീണ്ടും തുടങ്ങും, വീണ്ടും പ്രശ്നമുണ്ടാകും, വീണ്ടും ചർച്ചയിലേർപ്പെടും. അള്ളാഹുവേ, എത്രയോ സോദരിമാർ ഈ ലോകത്തിലെ ഇന്ന് പുതിയ സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തു വന്ന് അവർ പറയുന്നു, ഞങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു, ഞങ്ങളെ ശാരീരികമായി ദ്രോഹിച്ചു, ഭർത്താവിൻ്റെ കൺമുന്നിലിട്ട്, മക്കളുടെ കൺമുന്നിലിട്ട് ശാരീരികമായി അവർ പീഡിപ്പിച്ചു. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുതിയ വഴി തുറന്നു തരണേ എന്ന് കരഞ്ഞു പറയുന്ന ഫലസ്തീനിന്റെ മണ്ണിലെ സോദരിമാർക്ക് നീ അഭയം കൊടുക്കണേ അല്ലാഹുവേ, പിഞ്ചുമക്കളെ അടുത്ത തലമുറ ഉണ്ടാവരുതെന്ന നിലക്ക് മാതാപിതാക്കളുടെ മുന്നിലിട്ട് നെഞ്ചിടത്തിലേക്ക് വെടിയുതിർത്ത് ആ ഒരു അട്ടഹസിക്കാൻ പോലും അവസരം കിട്ടാത്ത വിധത്തിൽ മണൽത്തരികളിലേക്ക് നിലം പതിച്ചു പോകുന്ന ഫലസ്തീനിന്റെ കുരുന്നു മക്കൾക്ക് അല്ലാഹുവേ നീ അഭയം നൽകണേ അല്ലാഹുവേ, നീ പരിശുദ്ധമാണെന്ന് പറഞ്ഞ 3 പള്ളികളിൽ ഒന്ന് അവിടെയാണല്ലോ റബ്ബേ. അല്ലാഹുവേ, അവിടെ മുഅ്മിനീങ്ങൾക്ക് സമാധാനത്തോടുകൂടി പ്രാർത്ഥിക്കാൻ, നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യം നീ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹുവേ. ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം അല്ലാഹുവേ വേദന അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ ആശ്വാസവും അഭയവും മാർഗവും ഉണ്ടാക്കി കൊടുക്കണേ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ രാജ്യമെന്ന നിലക്ക്, ഒരു മതേതരത്വ രാജ്യമെന്ന നിലക്ക് ഇവിടെ ഞങ്ങൾക്ക് സത്യസന്ധമായി ദീന് പറയാനുള്ള ഈ സ്വാതന്ത്ര്യം അല്ലാഹുവേ നീ നിലനിർത്തി അനുഗ്രഹിക്കണേ അതിനെതിരെ നിൽക്കുന്ന സ്വേച്ഛാധിപതികളും ഏകാധിപതികളെയും പടച്ചവനെ ആളുകളുടെ കരങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ നിയമവശങ്ങളിലൂടെ, വോട്ടവകാശത്തിലൂടെ അവരെ പുറന്തള്ളി ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്ന ആളുകളെ നീ മുന്നിൽ കൊണ്ടുവന്ന് ഈ രാജ്യത്തിലെ മുഅ്മിനീങ്ങളെയും അല്ലാത്തവരെയും സമാധാനം ആഗ്രഹിക്കുന്നവരെയും നീ അല്ലാഹുവെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. പുതിയ പുതിയ നിയമങ്ങളും ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ആശങ്കകൾ തീർത്ത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള സൗഭാഗ്യവും സന്ദർഭവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. നിന്റെ ദീന് ഈ നാട്ടിൽ ആളുകൾക്ക് പച്ചയായി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിൽ പറഞ്ഞുപോയ ഏതെങ്കിലും വാക്കുകളിൽ അധികപ്പറ്റു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി സംസാരിച്ചപ്പോൾ ഉണ്ടായ സ്ഖലിതങ്ങളായി റബ്ബേ നിനക്കറിയുമല്ലോ, ആ നിലക്ക് നീ ആളുകളെ തിരുത്തി വായിപ്പിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് കൊടുക്കണേ
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم خلص قلوبنا من الرياء. اللهم خلص قلوبنا من النفاق. اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.